ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ഒരു ചോദ്യം. ഞാൻ കർത്താവാണ്, എനിക്ക് ഈ കർമ്മത്തിന്റെ ഫലം വേണം എന്ന സങ്കല്പം വിധിപൂർവം സ്വീകരിക്കേണ്ട യാഗയജ്ഞങ്ങൾ എങ്ങനെ ഒരു കർമ്മയോഗിക്ക് ചെയ്യാൻ കഴിയും? ആ സങ്കല്പങ്ങളെ തിരിച്ചുകൊണ്ട് ചെയ്താൽ അത് വിധിപൂർവകമാകുമോ? കർമ്മയോഗിയെ കുറിച്ച് പറയുന്നത് കർമ്മയോഗി അജ്ഞനാണ്, കർത്തൃത്വ ബോധമുള്ളവനാണ്. ഞാൻ കർത്താവാണെന്നുള്ള ബോധത്തോടുകൂടി ചെയ്യേണ്ട ഫലത്തെ ഉദ്ദേശിച്ച് വിധിച്ചിട്ടുള്ള യാഗങ്ങളും മറ്റും അത് കർമ്മയോഗിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആണ് ചോദിക്കുന്നത്. കർമ്മയോഗിക്ക് കർത്തൃത്വബോധം, കർമ്മഫല ഇച്ഛ, ഈ സങ്കല്പങ്ങളെ ത്യജിച്ചുകൊണ്ട് ചെയ്താൽ വിധിയാകുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് കർത്തൃത്വബോധം, കർമ്മഫല ഇച്ഛ ഇതൊന്നും വിധിക്കുന്നുകൊണ്ട് വന്നു ചേരുന്നതല്ല. വിധിയിലൂടെ വന്നു ചേരുന്നതല്ല. ഇതെല്ലാം വിധിയിലൂടെ വന്നു ചേരുന്നു എന്നുള്ള ധാരണ ഇതാണ് ചോദ്യം എന്ന് തോന്നുന്നു. കർത്തൃത്വബോധം വേദം വിധിക്കുന്നുകൊണ്ട് വരുന്നതല്ല, കർമ്മഫല ഇച്ഛയും വേദം വിധിക്കുന്നുകൊണ്ട് വരുന്നതല്ല. അതെല്ലാം ജീവന്മാരിൽ സഹജമായിട്ടിരിക്കുന്നതാണ്. വേദം വാസ്തവത്തിൽ എന്താണ് ബോധിപ്പിക്കുന്നത് ഇത്തരം കർമ്മങ്ങളെ സംബന്ധിച്ച്? അതിൽ തന്നെ വൈദികന്മാർക്ക് പല അഭിപ്രായങ്ങളുണ്ട്. അതിന് വിധി എന്താണ് ബോധിപ്പിക്കുന്നത്? പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് വിധി ബോധിപ്പിക്കുന്നത് അപൂർവത്തെയാണ് എന്നാണ് പറയുന്നത്. വിധിയിലൂടെ കർമാധികാരി എന്തിനാണ് ഗ്രഹിക്കുന്നത്? ഒരു കൂട്ടർ പറയും, പ്രധാനമായിട്ട് അങ്ങനെ പറയും, ഇത് മീമാംസാ ശാസ്ത്രത്തിന്റെ വിധേയമാണ്, വിഷയമാണ്. അപൂർവത്തെ ബോധിപ്പിക്കുന്നതാണ്. അപൂർവം എന്ന് പറയുന്നത് എന്താണ്? ഒരു കർമ്മവും അതിന്റെ ഫലവുമായി ജീവനെ ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന്, അതിന്റെ പേര് തന്നെ അപൂർവം എന്നാണ്. കർമ്മം എന്ന് പറയുമ്പോൾ ഒരു വൈദികമായി ഇവിടെ പറയുന്ന യാഗം. ആ യാഗം ചെയ്യുമ്പോൾ ആ യാഗം ചെയ്യുന്നവൻ യാഗകർത്താവിനെ യാഗത്തിന്റെ ഫലവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അപൂർവം. ഈ അപൂർവത്തെയാണ് വിധി ബോധിപ്പിക്കുന്നത് എന്നാണ് പൂർവ്വമീമാംസയിൽ ഉള്ള ഒരു മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ട് ഞാൻ കർത്താവാണ്, എനിക്ക് കർമ്മഫലം വേണം എന്നുള്ളവരുടെ ആഗ്രഹങ്ങൾ ജീവനിൽ സഹജമായിരിക്കുന്നതാണ്. അത് വേദം ബോധിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഈ കർത്തൃത്വത്തെ ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ ഫലാഗ്രഹത്തെ ത്യജിക്കുന്നതോ ഒന്നും വേദവിധിയുമായി ബന്ധമുള്ള കാര്യമില്ല, വേദവിധിക്കത് വിരുദ്ധവുമല്ല. അപ്പോൾ അതിനെയൊക്കെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് ഒരിക്കലും വിധി എന്ന് പറയുന്ന ഭാഗത്തിന് ദോഷമൊന്നും വരുന്നില്ല. വിധി എന്ന് പറയുന്നത് പൂർവ്വമീമാംസയിൽ വളരെ ഗഹനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വേദം ബോധിപ്പിക്കുന്നത് തന്നെ ലോകസിദ്ധമല്ലാത്ത കാര്യങ്ങളെയാണ്. അതായത് മറ്റ് പ്രമാണങ്ങളിലൂടെ, പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ ബോധിക്കുന്ന ഒരു കാര്യത്തെ വേദം വിധിക്കേണ്ട കാര്യമില്ല.
പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ ബോധിക്കാത്ത കാര്യങ്ങളാണ് വേദം വിധിക്കുന്നത്. അത് യാഗം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകും, ഇന്ന ഫലത്തിന് ഇന്ന യാഗം ചെയ്യണം. അത് നമുക്ക് പ്രത്യക്ഷം അനുമാനം ഇതിലൂടെയൊന്നും അറിയാൻ വയ്യ, വേദത്തിലൂടെ അറിയാൻ പറ്റും. അത്തരം കാര്യങ്ങളാണ് വേദം ബോധിപ്പിക്കുന്നത്. കർത്തൃത്വ ഭോക്തൃത്വ ആദികളെയൊന്നും വേദം ബോധിപ്പിക്കുന്നതല്ല. അതെല്ലാം മനുഷ്യന് വേദം പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറയുന്നത് ഈ വൈദിക കർമ്മങ്ങൾ, ആ വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനവും കർമ്മയോഗവും. ഈ വൈദിക കർമ്മങ്ങളുടെ അനുഷ്ഠാനത്തിലൂടെ മോക്ഷം കിട്ടുമെന്ന് പറയുന്നത് അത് വൈദികന്മാർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതിന് അവർ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? കാമ്യവും നിഷിദ്ധവുമായിട്ടുള്ള കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിനെ അനുഷ്ഠിക്കുക, അത് കർമ്മയോഗമായി അനുഷ്ഠിക്കുക. ഈ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തും മുഖ്യമായിട്ട് കർമ്മയോഗി അനുഷ്ഠിക്കേണ്ടതായി സ്വീകരിച്ചിരിക്കുന്നത് കാമ്യ നിഷിദ്ധ കർമ്മങ്ങളല്ല, നിത്യ നൈമിത്തിക കർമ്മങ്ങളെയാണ്. അത് നിത്യ നൈമിത്തിക കർമ്മങ്ങളെ തിരിച്ചറിയുന്നത് രണ്ടു തരത്തിൽ, ശ്രൗതവും സ്മാർത്ഥവും. ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നതും സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നതും. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിത്യകർമ്മമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ക്ഷത്രിയൻ യുദ്ധം ചെയ്യാം, അതിനെ നിഷ്കാമമായി അനുഷ്ഠിക്കാം. കർമ്മയോഗവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ അങ്ങനെയാണ് പോകുന്നത്. അതും വൈദികമല്ല, സ്മാർത്ഥമാണ്. ആ കർമ്മം വേദം വിധിച്ച കർമ്മമല്ല. അത് ഒരു ശാസ്ത്രത്തിന്റെ വേദ സ്മൃതികളുടെ പശ്ചാത്തലത്തിലൂടെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോ ഇത്തരം കർമ്മങ്ങളൊന്നും പ്രസക്തമാകുന്നില്ല. ഏത് യാഗമോ യജ്ഞമോ ഒന്നും ഒരാൾക്ക് പ്രസക്തമായി വരുന്നില്ല അനുഷ്ഠിക്കേണ്ടതായിട്ട്. അങ്ങനെ ഒരു വൈദിക പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളെ സംബന്ധിച്ചാണ് ഇതൊക്കെ പറയുന്നത്. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ഇന്ന് കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നത് സാധാരണ ലൗകിക കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ സംബന്ധിച്ചാണ് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ചോദ്യം വരുന്നത്. ഇവിടെ പറയുന്ന യാഗങ്ങളും യജ്ഞങ്ങളും ഇന്ന് നിലവിലില്ല. നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ മുഖ്യമായി എടുത്തുകൊണ്ട് കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്ന ആവശ്യവും ഇന്നില്ല. മറ്റൊരു സംസ്കാരത്തിൽ ജനങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്, അന്നത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് നമ്മൾ അതിനോട് ബന്ധപ്പെടുത്തി കർമ്മയോഗത്തെ ചിന്തിക്കുന്നത് പ്രായോഗികമല്ല, അതൊന്നും ഇന്ന് പ്രസക്തമാകുന്നില്ല. അതുകൊണ്ട് വിധി എന്ന് പറയുന്നതും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യം വന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന കർമ്മയോഗത്തിന് ഉദ്ദേശിക്കുന്നത് സാധാരണ കർമ്മങ്ങളാണ്, ലൗകികമായ കർമ്മങ്ങളാണ്. അടുത്തൊരു ചോദ്യം വരുന്നത്, ഒരു ഭരണാധികാരിയുടെ അധാർമികമായ ആജ്ഞയനുസരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ സ്വധർമ്മമാണോ അനുഷ്ഠിക്കുന്നത്? അത് പറഞ്ഞല്ലോ. ഒരു കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചോദ്യം ഇതാണ്, ഒരു കർമ്മത്തെ എങ്ങനെ ധർമ്മമെന്നും അധർമ്മമെന്നും തീരുമാനിക്കുമെന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. നേരത്തെ പറഞ്ഞല്ലോ, യാഗം യജ്ഞം ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ധർമ്മമാണെന്ന് മറ്റു ശാസ്ത്രങ്ങൾ വിധിച്ചിരുന്നു. അപ്പോൾ ആ മനുഷ്യന്റെ കർമ്മ മണ്ഡലം മാറി. ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഒരു കർമ്മത്തെ അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് അയാൾ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ആ ധർമ്മത്തെ സ്വീകരിക്കുക. ഇപ്പോൾ ഓരോ കർമ്മത്തിനെ സംബന്ധിച്ചും നമുക്ക്
മറ്റൊരാളോട് ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. ഒരു കർമ്മത്തെക്കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഈ ചോദ്യം സദാസമയവും വേറൊരാളോട് ചോദിച്ച് സംശയം തീർത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഒരു പ്രവൃത്തി ധർമ്മമാണോ അധർമ്മമാണോ എന്ന് സ്വയം തന്നെ തീരുമാനിക്കേണ്ടി വരും. സ്മൃതികളോ ശാസ്ത്രങ്ങളോ നോക്കി തീരുമാനിക്കാൻ ഒക്കത്തില്ല. കാരണം ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഇന്ന് മനുഷ്യന് ചെയ്യേണ്ടി വരുന്നത്. കർമ്മരംഗം മാറി. അപ്പോൾ പിന്നെ പൊതുവായി ചില മൂല്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ധർമ്മം ഇന്നത് അധർമ്മം ഇന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശാശ്വതമായ മൂല്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ സത്യം, നീതി, ഇതിനെക്കുറിച്ച് മനുഷ്യന് ചില സങ്കല്പങ്ങളുണ്ട്. അത് ഏത് കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അത്തരം സങ്കല്പങ്ങളോട് പൊരുത്തപ്പെട്ടു പോകുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ നമുക്ക് ധർമ്മമായിട്ട് ഏത് കാലത്തും സ്വീകരിക്കാം. പ്രത്യേകിച്ചൊരു കർമ്മത്തെക്കുറിച്ച് ചോദിച്ചിട്ട് അത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന് മറ്റൊരാളിനോട് ചോദിച്ച് അത് ആദ്യം തീരുമാനിച്ച് പിന്നെ ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പക്ഷെ എല്ലാ മനുഷ്യനും അറിയാം എന്താണ് ഇന്നതാണ് സത്യം, ഇന്നതാണ് നീതി. ഇത്തരം ബോധം വിവേകമുള്ള എല്ലാ മനുഷ്യർക്കും. അപ്പോൾ ഒരു മനുഷ്യന്റെ സത്യബോധം, നീതിബോധം, ഇതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കർമ്മങ്ങളെയും എല്ലാവർക്കും തിരിച്ചറിയാം, സ്വാഭാവികമായിട്ടും തിരിച്ചറിയാം. അത്തരം കർമ്മങ്ങളെ അനുഷ്ഠിക്കുക, അത് കാലം ദേശം അനുസരിച്ച് വരുന്ന വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിക്കുക. പക്ഷെ അതിന് നിഷ്ഠയുണ്ടായിരിക്കണം. ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കർമ്മം ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പൊ ചിത്തശുദ്ധിക്ക് വേണ്ടി വരുന്ന പ്രവൃത്തികൾ, അതാണ് അവിടെ മുഖ്യം. കർമ്മഫലമല്ല മുഖ്യം. മുഖ്യമായി വരുന്ന അയാളുടെ അന്ധകരണ വിശുദ്ധിയാണ്. ആ അന്ധകരണ വിശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി സത്യത്തോട് ചേർന്നായിരിക്കണം. ആ സത്യത്തോട് ചേരുമ്പോൾ അത് ധാർമ്മികമായിരിക്കും, അത് നീതിബോധമുള്ളതായിരിക്കണം. മറ്റ് ജീവികൾക്ക്, മനുഷ്യന് ഉപദ്രവകരമായിരിക്കരുത്, സഹജീവികൾക്ക് ഗുണമുള്ളതായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതായിരിക്കണം. ഇത്തരം സങ്കല്പങ്ങളോടുകൂടി ചെയ്യാൻ പറ്റിയ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെല്ലാം അത് നമുക്ക് ധർമ്മമായിട്ട് സ്വധർമ്മമായിട്ട് സ്വീകരിക്കാൻ പറ്റും. ഒരാൾ മറ്റൊരാളെ കൊണ്ട് അയാളുടെ ശക്തി ഉപയോഗിച്ച് അധർമ്മം ചെയ്യിപ്പിക്കുന്നു ബലാത്കാരമായിട്ട്. അപ്പൊ ആ അധർമ്മം ചെയ്യിപ്പിക്കുന്ന ആൾ എന്തായാലും അത് അധർമ്മമാണ്. അപ്പൊ അധർമ്മം എന്ന് പറയുന്നത് സ്വയം ചെയ്തു കഴിഞ്ഞാലും പരപ്രേരണ കൊണ്ട് ചെയ്താലും ഏതായാലും അത് അധർമ്മം തന്നെയാണ്. പരപ്രേരണ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അധർമ്മം ധർമ്മമാകത്തില്ല. ധർമ്മം അത് സ്വയം അനുഷ്ഠിച്ചാലും മറ്റൊരു പ്രേരണ കൊണ്ട് അനുഷ്ഠിച്ചാലും അധർമ്മം തന്നെയാണ്. കാരണം എന്തുകൊണ്ട് അവിടെ സത്യം, നീതി തുടങ്ങിയ മൂല്യങ്ങളോട് അതിന് ബന്ധമില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ, അത്തരം ഓരോ കർമ്മത്തെക്കുറിച്ച് നമുക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യമല്ല. ആ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ മൂല്യങ്ങളെന്ന് കരുതുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്നവയെ സ്വധർമ്മമായി സ്വീകരിച്ച് അനുഷ്ഠിക്കുക. മനുഷ്യർക്ക് ഗുണമുള്ളത് മറ്റു മനുഷ്യർക്ക് ഗുണമുണ്ടാകുന്നത് അത് ധർമ്മമാണ്. മറ്റു മനുഷ്യർക്ക്, മറ്റു ജീവികൾക്ക് ദോഷം ചെയ്യുന്ന അധർമ്മമാണ്. ഇങ്ങനെ ചില പൊതുവായ തത്വങ്ങൾ സ്വീകരിക്കുകയല്ലാതെ ഇന്ന കർമ്മം ധർമ്മം, ഇന്ന കർമ്മം അധർമ്മം എന്നൊരു പ്രത്യേകിച്ചൊരു ചാർട്ട് ഉണ്ടാക്കി അത് നോക്കി എല്ലാ ദിവസവും പ്രവർത്തിക്കാൻ മനുഷ്യന് സാധ്യമാകത്തില്ല. മറ്റൊരാളോട് ചോദിച്ച് പ്രവർത്തിക്കാനും പറ്റത്തില്ല. അതിനുള്ള വിവേകം കർമ്മയോഗിക്ക്, അത്തരം വിവേകം എങ്കിലും കുറഞ്ഞപക്ഷം ഉള്ള ഒരാളിന് കർമ്മയോഗം അനുഷ്ഠിക്കാൻ പറ്റും. അത്തരം വിവേകവും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിക്കാനും പറ്റത്തില്ല. കർമ്മയോഗം പറഞ്ഞല്ലോ, കർമ്മയോഗത്തിന് മുഖ്യമായി വേണ്ട വിവേകമാണ്. അപ്പൊ അതിനു വേണ്ടുന്ന അടിസ്ഥാനപരമായ വിവേകം ഉള്ള ഒരാളിന് സ്വാഭാവികമായിട്ടും എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയും. സത്യവും നീതിയുമെല്ലാം എന്താണെന്ന് സാമാന്യ മനുഷ്യർക്കെല്ലാം അറിയാവുന്നതാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ധർമ്മം
മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ചെയ്താലും സ്വയം ചെയ്താലും അത് ധർമ്മം തന്നെ. അധർമ്മം മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ചെയ്താലും സ്വയം ചെയ്താലും അത് അധർമ്മം തന്നെയാണ്. ആ കർമ്മയോഗത്തെ സംബന്ധിച്ച് നമ്മൾ മുഖ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. കർമ്മയോഗം എന്താണെന്ന് സ്വയം തന്നെ തീരുമാനിക്കുക. അത്തരം തീരുമാനിക്കുന്നതിനുള്ള ഒരു വിവേകത്തെ ആർജിക്കുക. ആ വിവേകം കൊണ്ട് സ്വയം കർമ്മങ്ങളെ തീരുമാനിച്ച് അതിന് എന്തുകൊണ്ട്? കാരണം അവനവന് മനസ്സാക്ഷി കുത്തു തോന്നാതെ ചെയ്യാവുന്ന പ്രവൃത്തികൾ. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സ്വയം തന്നെ അങ്ങനെ വിവേകിയായ ഒരു മനുഷ്യന്, അവിവേകിയെ സംബന്ധിച്ചല്ല, അങ്ങനെ മനസ്സാക്ഷിക്ക് വേദന തോന്നാതെ ചെയ്യാവുന്ന പ്രവൃത്തികളെല്ലാം ധർമ്മം തന്നെയാണ്. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തിരിച്ച് അത് തെറ്റാണെങ്കിൽ ആദ്യം അതിന്റെ വേദന അനുഭവിക്കുന്ന അവന് തന്നെയായിരിക്കും. പിന്നെയാണ് അത് മറ്റുള്ളവർക്ക് ദോഷം വരുന്നത്. അങ്ങനെ വേദന തോന്നാതെ ചെയ്യാവുന്ന പ്രവൃത്തികൾ, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തെറ്റാണ് എന്ന് തോന്നാതെ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ, അതെല്ലാം ധർമ്മം തന്നെ. അത്തരം പ്രവൃത്തികൾ ചെയ്യുക. ഇവിടെ ചോദിക്കുന്ന ഒരു ജീവന്റെ ഒരു ജന്മത്തിന് കാരണമാകുന്ന കർമ്മ അധിഷ്ഠങ്ങളെയല്ലേ പ്രാരബ്ധം എന്ന് പറയുന്നത്. ആ ജീവൻ ആ ജന്മത്തിൽ ചെയ്യുന്ന സകല കർമ്മങ്ങളും ആ പ്രാരബ്ധത്തിന് പൂർണ്ണമായും അധീനമാണ്. ജന്മനാ തന്നെ നിശ്ചിതമാണ്. അതോ ജീവന്റെ ഇച്ഛാശക്തി കൊണ്ട് പ്രയത്നം കൊണ്ട് പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മവാസനകളെ നിയന്ത്രിക്കാനും പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മഫലങ്ങളെ ഭാഗികമായെങ്കിലും മാറ്റാനും ജീവന് കഴിയുമോ? പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം എന്നും പ്രയത്നങ്ങളെല്ലാം പ്രാരബ്ധത്തിന്റെ ഭാഗമാണെന്നും പറയുന്നത് ശരിയാണ്. ഇത് നമ്മൾ വിശദമായി കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇതേ വിഷയം, പുതിയൊരു വിഷയമല്ല. ചോദിക്കുന്ന ഒരു ജീവന്റെ ഒരു ജന്മത്തിന് കാരണമാകുന്ന കർമാധിഷ്ഠങ്ങളെയല്ലേ പ്രാരബ്ധം എന്ന് പറയുന്നത് ശരിയാണ്. ഈ ജന്മത്തിന്, വർത്തമാന ജന്മത്തിന് കാരണമായിരിക്കുന്നു. ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഈ ശരീരം സ്വീകരിക്കുന്നതിന് കാരണമായി അനേക ജന്മങ്ങളിൽ ആർജിച്ചിരിക്കുന്ന കർമ്മസംസ്കാരം, ആ കർമ്മസംസ്കാരം ആണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഈ ശരീരത്തിന് കാരണമായിരിക്കുന്നു. ആ ജീവൻ ആ ജന്മത്തിൽ ചെയ്യുന്ന സകല കർമ്മങ്ങളും ആ പ്രാരബ്ധത്തിന് പൂർണ്ണമായും അധീനമാണ്. അതും ശരിയാണ്. പൂർണ്ണമായും ആ പ്രാരബ്ധത്തിന് അധീനമാണ് കാരണം ഈ ശരീരം തന്നെ, ഈ ശരീരത്തിന്റെ സൃഷ്ടി തന്നെ പ്രാരബ്ധത്തിന് അധീനമാണെങ്കിൽ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന നിർവഹിക്കപ്പെടുന്ന സർവപ്രവൃത്തികളും ആ പ്രാരബ്ധ സംസ്കാരത്തിന് അധീനമാണ്. അവ ജന്മന തന്നെ നിശ്ചിതമാണ്. തീർച്ചയായിട്ടും പ്രാരബ്ധം ആണ് ഈ ശരീരത്തിന് കാരണമെങ്കിൽ തീർച്ചയായിട്ടും അത് ജന്മന നിശ്ചിതമെന്നുള്ളതല്ല, പൂർവ്വപൂർവ ജന്മങ്ങളിലൂടെ അത് നിശ്ചിതമാണ്. ഈ ഒരു ജന്മത്തിൽ നിശ്ചയിക്കപ്പെട്ടതല്ല, അത് അനേക ജന്മങ്ങളിലൂടെ അത് നിശ്ചിതമാണ്. ജീവന്റെ ഇച്ഛാശക്തി പ്രയത്നം കൊണ്ട് പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മവാസനകളെ നിയന്ത്രിക്കാനും പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മഫലങ്ങളെ ഭാഗികമായെങ്കിലും മാറ്റാനും ജീവന് കഴിയുമോ എന്നാണ്. അതായത് പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മവാസനകള്, പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മഫലങ്ങൾ, ഇത് നമ്മൾ ആലോചിക്കാതെ പറയുന്നതാണ്. ഈ കർമ്മഫലം എന്താണ്, കർമ്മവാസനകൾ എന്താണ്, ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ്. അത് ഈ പ്രവൃത്തി നമുക്ക് നൽകുന്ന ഫലമാണ്. അപ്പൊ അതിനെ പ്രാരബ്ധം എന്നല്ല പറയുന്നത്. കാരണം ജീവൻ അറിഞ്ഞ് ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നു. ആ പ്രവൃത്തിക്ക് ഉണ്ടാകുന്ന ഫലങ്ങളത് പുതിയ ഫലങ്ങളാണ്. ആ ഫലങ്ങൾ അല്ല നമ്മൾ പ്രാരബ്ധം എന്നല്ല പറയുന്നത്. അത് ഇനി ആഗാമിയാണ്, അത് വരാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ വർത്തമാന ജന്മത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെയും പ്രാരബ്ധം എന്ന് വിളിക്കാൻ പാടില്ല. അപ്പോൾ പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളല്ല. പിന്നെ
പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഈ ശരീരം. ഈ ജന്മം എന്ന് പറയുന്നതാണ് പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലം. അതാണ് ജന്മത്തിന് കാരണമായത്. അതുകൊണ്ട് നമ്മൾ പറയില്ല ഇത് സർവവും പ്രാരബ്ധം മാത്രമല്ല, പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കർമ്മങ്ങളാണ്. ഈ കർമ്മത്തിന് നമ്മുടെ ജന്മവും അതിന്റെ സ്വാധീനവും ഉണ്ടെങ്കിലും ഈ കർമ്മങ്ങൾ ഉണ്ടാക്കുന്ന ഫലങ്ങളെ പ്രാരബ്ധ കർമ്മഫലം എന്നല്ല പറയുന്നത്. അത് ഇനി വരാൻ പോകുന്ന ആഗാമി എന്നാണ് അതിനെ വേർതിരിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കും ആ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്ന ഫലത്തിനുമെല്ലാം ഒരു സാധാരണ കാരണമായി ഈ പ്രാരബ്ധത്തിന്റെ സ്വാധീനമുണ്ടെങ്കിലും ഇത് വേറെയാണ്, അത് ആഗാമിയാണ്. ഇതിന്റെ രണ്ടിനെയും കൂടെ കൂട്ടിക്കലർത്തരുത്. അതുകൊണ്ട് ജീവനിൽ ഇരിക്കുന്ന ഇച്ഛാശക്തി, ജീവന്റെ പ്രയത്നം, ഇതിനെല്ലാം ഒരു സാധാരണ കാരണമായി പ്രാരബ്ധം ഇതിനെല്ലാം സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്ത് സമ്പാദിക്കുന്നതിന് പ്രാരബ്ധം എന്നല്ല പറയുന്നത്. അത് ആഗാമിയാണ്, അത് ഇനി വരാൻ പോകുന്നതാണ്, ചിലരെല്ലാം ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ കർമ്മഫലങ്ങളെ ഭാഗികമായി മാറ്റാൻ ജീവന് കഴിയുമോ എന്നാണ്. കാരണം ഇപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പ്രാരബ്ധം അത് ജീവൻ സൃഷ്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രാരബ്ധങ്ങളെയും ജീവൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അത് എന്തുകൊണ്ട്? ജീവന് അറിയുന്നതിനും ഇച്ഛിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കർമ്മത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തെന്ന് പറഞ്ഞത് കർത്തൃതന്ത്രമാണ്. ഒരു പ്രവൃത്തി ചെയ്യാനും ചെയ്യാതിരിക്കാനും മറിച്ച് ചെയ്യാനും ഒക്കെ ജീവന് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ പ്രാരബ്ധത്തിനെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ജീവന്റെ ഇത്തരം സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നു. ജീവന്റെ ഈ സ്വാതന്ത്ര്യങ്ങളെയും അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രാരബ്ധത്തെ പറയുന്നത് ഒരു സാധാരണ കാരണമെന്നാണ്. അതൊരു പൊതുതത്വമായി നിൽക്കുന്നു. ആ പൊതുതത്വം ജീവന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല, മറിച്ച് ജീവന്റെ സ്വാതന്ത്ര്യത്തെ അതിനോട് സഹകരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രാരബ്ധം ഒരിക്കലും ജീവന്റെ സ്വാതന്ത്ര്യത്തെ, ജീവന്റെ ഇച്ഛാശക്തിയെ, ജീവന്റെ കർമ്മശേഷിയൊന്നും ഹനിക്കുന്നതല്ല. അതിനെല്ലാം അത് സപ്പോർട്ട് ചെയ്യുന്നു. അതിനും പ്രാരബ്ധം അനുകൂലിക്കുന്നു എന്ന് കണക്കിലെടുക്കുക. ജീവന് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനും സ്വതന്ത്രമായ കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നതിനും എല്ലാം പ്രാരബ്ധം സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രാരബ്ധം അതിനൊന്നും എതിരല്ല. പ്രാരബ്ധം എന്ന് പറയുന്നത് അങ്ങനെ ഒരു മൂക്കുകയറല്ല. അതായത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം അസ്വാതന്ത്ര്യങ്ങളുണ്ടോ കർമ്മത്തിന്, അതുപോലെ ജീവന് എന്തെല്ലാം സ്വാതന്ത്ര്യമുണ്ടോ, ഇത് രണ്ടും ഈ പ്രാരബ്ധത്തിന്റെ സ്വാധീനത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ജീവന് നമ്മൾ പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു അസ്വാതന്ത്ര്യം എന്നാണ്. ഈ അസ്വാതന്ത്ര്യമാണ് പ്രാരബ്ധത്തിന്റെ ഫലമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ജീവന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമുക്കറിയാം. ആ ജീവന് വിവേകത്തെ ആർജിക്കാൻ കഴിയുന്നു, അവന്റെ പുതിയ കാര്യങ്ങൾ ഇച്ഛിക്കാൻ കഴിയുന്നു, പുതിയ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുന്നു. ഇത്തരം കാര്യങ്ങളുമല്ല നമ്മൾ സങ്കല്പിക്കുന്ന സ്വാതന്ത്ര്യവും അത് ഈ പ്രാരബ്ധത്തിന്റെ വകയായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ അസ്വാതന്ത്ര്യം എന്നുള്ള നമ്മുടെ സങ്കല്പം അത് അബദ്ധമാണ്. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം എന്നുള്ള സങ്കല്പം അതിനോട് ചേരും. അതുകൊണ്ട് അത് ജീവന്റെ സ്വാതന്ത്ര്യത്തെ ഒരിക്കലും ഹനിക്കുന്ന ഒന്നല്ല പ്രാരബ്ധം എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഭാഷയിൽ പ്രാരബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു അസ്വാതന്ത്ര്യം മാത്രമാണെന്ന് നമ്മൾ ധരിച്ചു വച്ചിട്ടുണ്ട്. അത് ശരിയല്ല. കാരണം ഈ സൃഷ്ടിയിൽ ജീവന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് അടിസ്ഥാനപരമായി എങ്ങനെയാണോ അസ്വാതന്ത്ര്യത്തിന് പ്രാരബ്ധം ഒരു സാധാരണ കാരണമായിരിക്കുന്നത്, അതുപോലെ സ്വാതന്ത്ര്യത്തിനും ഒരു സാധാരണ കാരണമായി പ്രാരബ്ധം നിൽക്കുന്നു. ആ പ്രാരബ്ധം ഉള്ളതുകൊണ്ട് ജീവൻ അസ്വതന്ത്രനാണ് എന്നർത്ഥമില്ല. ജീവൻ ഒരേ സമയം സ്വതന്ത്രനും അസ്വതന്ത്രനുമാണ്, രണ്ടുമാണ്. ജീവൻ ഈ രണ്ടവസ്ഥകളുമുണ്ട്. ഈ രണ്ടിനും പ്രാരബ്ധം ഒരുപോലെ നിൽക്കും. അതുകൊണ്ട്
ഈ പ്രാരബ്ധ രൂപത്തിലുള്ള കർമ്മവാസനകളെ നിയന്ത്രിക്കും. അപ്പോൾ കർമ്മവാസനകൾ പ്രാരബ്ധ രൂപത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഒരു ജീവന് അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ്. നിയന്ത്രിക്കുന്നതിനുള്ള പ്രാരബ്ധത്തെ നമ്മൾ അംഗീകരിച്ചാൽ മതി. അതിനെ നിയന്ത്രിക്കാനും കഴിയും. കർമ്മവാസനകൾ വന്നു ചേരുന്നു പ്രാരബ്ധത്തിനെന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജീവൻ അതിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ്, ഇച്ഛാശക്തിയെ ഒരാൾക്ക് പ്രവർത്തിപ്പിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. അതിനവന് സ്വാതന്ത്ര്യമുണ്ടോ? എന്തുകൊണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള പ്രാരബ്ധം വന്നുകൂടാ? നമ്മളെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാത്രം എന്തിനാണ് ചിന്തിക്കുന്നത്? ഒരു ജീവന് അവന്റെ ഭാവിയെ നിയന്ത്രിക്കാം സ്വേച്ഛയാ. എന്തുകൊണ്ട് അങ്ങനെ ഭാവിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു പ്രാരബ്ധമുണ്ടെന്ന് നമുക്ക് അംഗീകരിച്ചുകൂടാ? അപ്പൊ പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നിനും തടസ്സമല്ല. പ്രാരബ്ധം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്നതല്ല. ജീവനിൽ സ്വാതന്ത്ര്യം കാണുന്നുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനും പ്രാരബ്ധമാകാം, സഹകരിക്കും. അല്ല, ഇനി അസ്വാതന്ത്ര്യമാണെങ്കിൽ അതിനും സഹകരിക്കും. അപ്പോ പ്രാരബ്ധത്തിനങ്ങനെ പ്രത്യേകിച്ച് അസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്വഭാവം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു ജീവന് തന്റെ കർമ്മഫലത്തെ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തിനും പ്രാരബ്ധ സഹകരിക്കും. അതുകൊണ്ട് അങ്ങനെ ഭാഗികമായെങ്കിലും അല്ല, പൂർണ്ണമായും മാറ്റാം. പൂർണ്ണമായും മാറ്റുന്നതിന് എന്തുകൊണ്ട് പ്രാരബ്ധത്തെ അംഗീകരിച്ചുകൂടാ? കാരണം അറിവും ഇച്ഛയും പ്രവൃത്തിയുള്ള സ്വാതന്ത്ര്യവും ജീവനിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പ്രാരബ്ധവും സഹകാരിയാണ്. അതുകൊണ്ട് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്ന എന്തോ ഒന്ന് മാത്രമാണ് എന്ന് കരുതുന്നത് അബദ്ധമാണ്. അതുകൊണ്ട് കർമ്മഫലങ്ങളെ ഭാഗികമായി മാറ്റുകയല്ല, കർമ്മഫലത്തെ ജീവൻ തന്നെയാണ്. ജീവൻ പ്രവൃത്തി ചെയ്യുന്നു, ഫലത്തെ ഉണ്ടാക്കുന്നു. അപ്പൊ ഭാഗികമായിട്ടുള്ള കർമ്മഫലത്തെ മാറ്റുന്നു. പൂർണ്ണമായും കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നത് ജീവൻ തന്നെയാണ്. വേറെ ആരുമില്ലാതെ ജീവന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗാമിയായി കർമ്മങ്ങളെ സഞ്ചയിച്ചുകൊണ്ട്, അതാണല്ലോ ധർമ്മം ശാസ്ത്രങ്ങളൊക്കെ ബോധിപ്പിക്കുന്നു. ശാസ്ത്രം ധർമ്മത്തെ ബോധിപ്പിക്കുന്നു. ആ ധർമ്മത്തെ ബോധിച്ചിട്ട് ജീവൻ പ്രവർത്തിക്കുന്നു. പ്രവർത്തിച്ചിട്ട് അവൻ കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നു. അപ്പം അങ്ങനെ കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്ന പ്രാരബ്ധം തന്നെയാണ്. അതുകൊണ്ട് ജീവന്റെ സ്വാതന്ത്ര്യത്തിനോ കർമ്മഫലത്തെ സൃഷ്ടിക്കുന്നതിനോ ഒന്നും പ്രാരബ്ധം എന്ന് പറയുന്ന ഒന്നും തടസ്സമല്ല. പ്രാരബ്ധം എല്ലാത്തിനും ഉള്ളതാണ്. അതുകൊണ്ട് ഭാഗികമായെങ്കിലും മാറ്റാം ജീവന് കഴിയുമോ എന്നുള്ളൊരു സംശയത്തിൽ അർത്ഥമില്ല. ഭാഗികമായിട്ട് മാറ്റാനാണെങ്കിൽ ഭാഗികമായി മാറ്റാം, പൂർണ്ണമായിട്ട് മാറ്റാനാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാം. അപ്പോൾ പ്രാരബ്ധം ഏത് രീതിയിലും ജീവനോട് സഹകാരിയായിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായാലും അസ്വാതന്ത്ര്യത്തിനായാലും സ്വന്തം ഭാവിയെ സൃഷ്ടിക്കാനാണെങ്കിലും അത് സൃഷ്ടിക്കാതിരിക്കാനാണെങ്കിലും ഏതിനും. അതുകൊണ്ട് പ്രാരബ്ധത്തെക്കുറിച്ച് പറയുന്നത് സാധാരണ കാരണം എന്നാണ് പറയുന്നത്. പ്രാരബ്ധം അനുഭവിച്ചു തന്നെ തീരണം. ഈ പ്രാരബ്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ അനുഭവിച്ചു തീരണം എന്ന് പറയുന്നത്. അവിടെ പ്രാരബ്ധം എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ. പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ആരബ്ധം, തുടങ്ങിക്കഴിഞ്ഞത് എന്നർത്ഥം. അപ്പോൾ ഈ തുടങ്ങിക്കഴിഞ്ഞത് എന്താണ്? ഒരു ജീവൻ ശരീരധാരണം ചെയ്യുക, ആ ശരീരം നിലനിൽക്കുക, പിന്നീട് ആ ശരീരം നശിക്കുക. ഇതാണ് ഒരു ജന്മത്തിലുള്ള ജീവന്റെ പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അത് പ്രാരബ്ധം എന്ന് പറയുന്നത്. അതായത് ഒരു ശരീരത്തെ സ്വീകരിക്കുക, ആ ശരീരത്തെ നിലനിർത്തുക, ആ ശരീരം നശിക്കുക. ഈ മൂന്നും കൂടെ പൂർണ്ണമായി ആ മൂന്നും ചേരുമ്പോഴാണ് ഒരു ജീവന്റെ പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു ജന്മത്തെ സംബന്ധിച്ച്. അത് ഇത് മൂന്നും കൂടി ചേർന്ന് ഒന്നാണ്. അപ്പം പ്രാരബ്ധം അനുഭവിച്ച് തീരുക എന്ന് പറയുന്നത് എന്താണ്? ഒരു ശരീരം സ്വീകരിക്കുക, ആ ശരീരം നിലനിർത്തുക, ആ ശരീരം നശിക്കുക. അതങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജീവന്മാരിലും. അതിൽ വരുന്ന ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അനുഭവം എന്ന് പറയുന്നത് കർമ്മഫലമായി വരുന്ന സുഖദുഃഖാനുഭവങ്ങളാണ് മുഖ്യമായി വരുന്നത്. ആത്യന്തികമായി കർമ്മഫലം എന്ന് പറയുന്നത് സുഖവും ദുഃഖവുമാണ്. ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് എന്താണ്?
രണ്ടു തരത്തിൽ വരുമെന്ന് പറഞ്ഞു മുമ്പ്. ഒന്ന് നമ്മുടെ സംസ്കാരം കൊണ്ട്, പൂർവ്വ സംസ്കാരം കൊണ്ട് സുഖദുഃഖങ്ങൾ വരുന്നു. മറ്റൊന്ന് വർത്തമാന ഈ ജന്മത്തിലെ പ്രവൃത്തി കൊണ്ടുവരുന്നു സുഖദുഃഖങ്ങൾ. അപ്പോൾ അത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അവശ്യമായും അതിന്റെ ഫലം ഏതെങ്കിലും തരത്തിലുണ്ടാവും. അപ്പോൾ പൂർവ്വജന്മത്തിലെ സംസ്കാരം കൊണ്ട് സുഖദുഃഖങ്ങൾ അനുഭവിക്കാം, അല്ലെങ്കിൽ വർത്തമാന ജന്മത്തിലെ പ്രവൃത്തി കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാം. രണ്ടിനായാലും പ്രാരബ്ധം എന്ന് പറയുന്നത് ഒരു സാധാരണ കാരണമായി നിൽക്കുന്നു. അപ്പോൾ പ്രാരബ്ധം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ശരീരം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതാണെങ്കിൽ അത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതങ്ങനെ സംഭവിച്ചതിനെ തീരണം. പ്രയത്നങ്ങളെല്ലാം പ്രാരബ്ധത്തിന്റെ ഭാഗമാണ്. പ്രാരബ്ധത്തിന്റെ ഭാഗമല്ല, പ്രാരബ്ധം എന്താണെന്ന് ആദ്യം തിരിച്ചറിയും. പ്രാരബ്ധം എന്ന് പറയുന്നത് ശരീരം ധരിക്കുക, അത് നിലനിൽക്കുക, നശിക്കുക, ഇതാണ് പ്രാരബ്ധം. ഈ ശരീര സംബന്ധമായി വരുന്ന മുഖ്യമായി വരുന്ന അറിവ്, ഇച്ഛ, പ്രവൃത്തി, ഈ മൂന്ന് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളെയും പ്രാരബ്ധം സ്വാധീനിക്കുന്നുണ്ട്. അതിൽ സ്വാതന്ത്ര്യം, അസ്വാതന്ത്ര്യം, ഇതിനെല്ലാം ഈ പൂർവ്വ സംസ്കാരം സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പ്രാരബ്ധത്തിന്റെ ഭാഗമെന്നുള്ളതല്ല, ഇതിനെല്ലാം. അപ്പൊ പ്രാരബ്ധം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തിനാണ് സ്വീകരിക്കുന്നത്? ഈ ജന്മത്തിന് കാരണമായിരിക്കുന്ന സഞ്ചിതമായ സംസ്കാരത്തിൽ നിന്നും മാറ്റിവെക്കപ്പെട്ട സംസ്കാരം, അതിനെ പ്രാരബ്ധം എന്ന് പറയും. അതായത് അനേക ജന്മങ്ങളിൽ ആർജിതമായ സഞ്ചിതമായ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നിന്നും ഈ ജന്മത്തിന് വേണ്ടി എടുത്തു മാറ്റിയ സംസ്കാരമുണ്ട്, അതിനെ പ്രാരബ്ധം എന്ന് പറയും. ആ സംസ്കാരത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഈ ശരീരധാരണം, അതിനെ പ്രാരബ്ധം എന്ന് പറയും. ആ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ, ഇതിനെ പ്രാരബ്ധം എന്ന് പറയും. ഇതിനെല്ലാം പ്രാരബ്ധം എന്ന് പറയും. അത് ഒന്ന് സംസ്കാര രൂപത്തിലുള്ള പ്രാരബ്ധം, മറ്റൊന്ന് ഫലരൂപത്തിലുള്ള പ്രാരബ്ധം, ശരീരം, സുഖദുഃഖാനുഭവങ്ങളും ഫലരൂപത്തിലുള്ള പ്രാരബ്ധമാണ്. ഇതിനെല്ലാം പ്രാരബ്ധം എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം സാധാരണ കാരണങ്ങളായി നിലനിൽക്കുന്നു. ആ പ്രാരബ്ധം തന്നെ ജീവന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവന്റെ സ്വാതന്ത്ര്യത്തെ, ഇച്ഛാശക്തിയെ ഒന്നും പ്രാരബ്ധം ബാധിക്കുന്നില്ല, മറിച്ച് അതിനെല്ലാം പ്രാരബ്ധം സഹായിക്കുന്നതേ ഉള്ളൂ. അടുത്ത് ചോദിക്കുന്നത്, ജീവന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരനാൽ പൂർവ്വനിശ്ചിതമാണെന്ന വാദം വേദാന്തത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? എങ്കിൽ ഒന്ന്, ജീവന്റെ കർമ്മങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊരു വാദമുണ്ടെന്ന്. ആരാണ് വാദിക്കുന്നത്? ഇങ്ങനെ വാദിക്കുന്ന ആളിനെ ആദ്യം അറിയണം. ആരാ ഇങ്ങനെ വാദിക്കുന്നത്? ജീവന്റെ കർമ്മങ്ങൾ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്ന ഏത് ശാസ്ത്രത്തിലാണ് വാദിക്കുന്നത്? പിന്നെ വേദാന്തത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നാണ്. വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്തുകളുടെയാണ് പറയുന്നത്. വേദാന്തം എന്ന് പറയുന്നത്, വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്. ഉപനിഷത്തുകളിൽ ജീവന്റെ പ്രവൃത്തികളെല്ലാം ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്നാണ്. വേദാന്തത്തിൽ പൊതുവായി സ്വീകരിച്ചിരിക്കുന്നത് സൃഷ്ടി, അതായത് ജീവന്റെ കർമ്മം എന്നുള്ളതല്ല. പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, അതിനെ നിലനിർത്തുന്ന ഈശ്വരനാണ്, അതിനെ നശിപ്പിക്കുന്ന ഈശ്വരനാണ്. അപ്പൊ സർവവും, ജഗത് സർവവും ഈശ്വരന്റെ അധീനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ജീവന്റെ കർമ്മങ്ങൾ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്ത ബ്രഹ്മസൂത്രത്തിൽ ജന്മാദ്യസ്യത, ഈ ജഗത്തിന്റെ ജന്മാദികൾ എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജഗത് സർവം
ഈശ്വരാധീനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് വേദാന്തത്തിൽ ഉപനിഷത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി വേദാന്തം എന്നുള്ളതുകൊണ്ട് ഈ ചോദ്യകർത്താവ് ഒരുപക്ഷെ ഉദ്ദേശിച്ച അദ്വൈതത്തെ ആയിരിക്കും, അദ്വൈത സിദ്ധാന്തത്തെ ആയിരിക്കും. കാരണം അദ്വൈതം എന്നുള്ള അർത്ഥത്തിന് ചിലപ്പോൾ വേദാന്തം എന്ന് പറയാറുണ്ട്. പക്ഷെ വേദാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതം മാത്രമല്ല, ദ്വൈതവും വേദാന്തമാണ്. എല്ലാ സമ്പ്രദായങ്ങളും വേദാന്തമാണ്. കാരണം വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തെന്ന് അതിനർത്ഥമാണ്. അപ്പോൾ വേദാന്തത്തിൽ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഉപനിഷത്തിൽ പറയുന്നുണ്ട് എന്താണ്, യഥോ വാ ഇമാനി ഭൂതാനി ജായന്തേ. ഉപനിഷത്തിൽ പറയണം എവിടെ നിന്നാണോ ഇതെല്ലാം ഉണ്ടാകുന്നത്, എവിടെയാണോ നിലനിൽക്കുന്നത്, എവിടെയാണോ നശിക്കുന്നത്, സർവവും ജഗത് സർവവും ഈശ്വരാധീനമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ജീവന്റെ കർമ്മസ്വാതന്ത്ര്യം പ്രതീതി മാത്രമാണെന്നും ജീവന്റെ ദുഃഖത്തിനാണെന്നും വരില്ല. ഇതെല്ലാം നമ്മളെ ഈ ബ്രഹ്മസൂത്രത്തിനും വരുന്ന ചില പൂർവപക്ഷങ്ങളാണ് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ. അതായത് സർവവും ഈശ്വരൻ നിശ്ചിതമാണെങ്കിൽ, നമ്മൾ നേരത്തെ പ്രാരബ്ധം എന്ന് പറഞ്ഞു, അതിനെ വേറെ രീതി ചോദിക്കുകയാണ്. പ്രാരബ്ധത്തിന് പകരം ഇവിടെ ഇപ്പം ഈശ്വരനായെന്നേയാണ്. രണ്ടിനും പറയുന്ന സമാധാനം ഒന്നെയാണ്. സർവവും ഈശ്വരന് അധീനമാണെങ്കിൽ പറയുന്നു ജീവന്റെ കർമ്മസ്വാതന്ത്ര്യം പ്രതീതിയാണ്. അതെന്തുകൊണ്ട് ഈശ്വരന് അധീനമായിക്കൂടാ? സർവത്തെയും ഈശ്വരന് അധീനമായി സ്വീകരിക്കുന്ന ഒരാൾക്ക് ഒരു കാര്യം മാത്രമേ ഈശ്വരന്റെ അധീനമല്ല എന്നതിന് പറഞ്ഞു. എന്താ, ഈശ്വരന് ജീവന് കർമ്മസ്വാതന്ത്ര്യം കൊടുത്തൂടെ? അത് ഈശ്വരന് അധീനമായിക്കൂടെ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നതിനുള്ള യുക്തി എന്താണ്? അങ്ങനെ ഒന്നില്ല. ജീവന്റെ ദുഃഖത്തിന് ഈശ്വരൻ ഉത്തരവാദിത്വമാണ്. ജീവന്റെ ദുഃഖത്തിന് സുഖത്തിന് സർവവും ഈശ്വരാധീനമാണെങ്കിൽ സർവത്തിനും ഈശ്വരൻ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ പിന്നെ ഈശ്വരൻ പക്ഷപാതിയാകുന്ന എങ്ങനെ? ഏതെങ്കിലും ഒന്നിന് ഉത്തരവാദിയാണെങ്കിൽ ഈശ്വരൻ പക്ഷപാതിയാകും. സർവത്തിനും ഈശ്വരൻ തന്നെ ഉത്തരവാദിയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈശ്വരൻ പക്ഷപാതിത്വം വരുന്നത്? കാരണം പക്ഷപാതം എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഭാഗത്തെ പിടിക്കുന്നതിനാണ് പക്ഷപാതം എന്ന് പറയുന്നത്. ഒന്ന് ഈ സുഖത്തെ മാത്രം കൊടുക്കുക, ദുഃഖത്തെ നിഷേധിക്കുക, ദുഃഖത്തെ മാത്രം കൊടുക്കുക, സുഖത്തെ നിഷേധിക്കുക. അങ്ങനെ വരുമ്പോഴാണ് ഒരാൾ നമ്മൾ പക്ഷപാതി എന്ന് പറയുന്നത്. സർവത്തിനും ഈശ്വരനാണ് കാരണക്കാരനെന്ന് പറയുകയും പിന്നെ ഈശ്വരനെ പക്ഷപാതി എന്ന് പറയുന്നതിനെന്താ? ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? സർവത്തിനും കാരണക്കാരനായിരിക്കുന്ന ഒരാളെ പക്ഷപാതി എന്ന് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നിന് കാരണം, ഒരു പക്ഷം അതിനെ സ്വീകരിക്കുന്ന ആളിനെയാണ് പക്ഷപാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈശ്വരൻ സർവത്തിനും കാരണമായി സ്വീകരിക്കുമ്പോൾ എന്നതുകൊണ്ട് തന്നെ ഈശ്വരൻ പക്ഷപാതിയല്ലാതാകുന്നു. ഈശ്വരൻ ഏതെങ്കിലും ഒരു കാര്യത്തിന് കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈശ്വരന് പക്ഷപാതിത്വം എന്ന് പറയുന്ന ദോഷം വരും. സർവത്തിനും ഈശ്വരൻ കാരണമായി വരുമ്പോൾ പിന്നെ വേറെ ഒരു പക്ഷം ശേഷിക്കുന്നില്ല. ആ പക്ഷത്തിന് ഈശ്വരൻ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നു എന്ന് ചർച്ച ചെയ്യാനൊരു പക്ഷമില്ല. അതുകൊണ്ട് ഈ ചോദ്യം വേണ്ടത്ര ആലോചിക്കാതെ വന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഈശ്വരൻ സർവത്തിനും കാരണമായി ഈശ്വരനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരൻ പ്രത്യേകിച്ച് പിന്നെ ഈശ്വരന് വേണ്ടി ഒരു പക്ഷം അവിടെ ഇല്ല. അതുകൊണ്ട് ഈശ്വരൻ പക്ഷപാതിയായി സ്വീകരിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തിൽ ഈശ്വരൻ ഇല്ലെന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം ഈശ്വരൻ പക്ഷപാതിയാണ്. ഈശ്വരേച്ഛ എന്നും ഈശ്വര സങ്കല്പം എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈശ്വരേച്ഛ, ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ശ്രുതിയിൽ തന്നെ പറയുന്നുണ്ട്. അകാമയുദ്ധ, ഐച്ഛത, രണ്ട് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് ഈ സങ്കല്പമെന്നും ഇച്ഛയെന്നും പറയുന്ന ശബ്ദങ്ങൾക്ക് അർത്ഥവ്യത്യാസമുണ്ട്. സങ്കല്പം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, നമ്മൾ ജ്ഞാനമെന്നും ഇച്ഛയെന്നും പറയുന്ന പോലെ ആ വ്യത്യാസമുണ്ട്. അപ്പൊ സങ്കല്പം എന്ന് പറയുന്നത് പൊതുവെ ജ്ഞാനത്തിനും ഇച്ഛയെന്ന് പറയുന്ന ആഗ്രഹത്തിനും പറയുന്നു. രണ്ട് വികാരങ്ങളാണ്. എങ്ങനെയാണോ അന്ധകരണത്തിൽ ഭയം, ലജ്ജ, ക്രോധം ഇതുപോലെയുള്ള നിരവധി വികാരങ്ങളുള്ളത്, അതുപോലെ അന്ധകരണത്തിന്റെ രണ്ട് വൃത്തിഭേദമാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് രണ്ട് വൃത്തികളാണ്. ഒന്ന് സങ്കല്പം, മറ്റൊന്ന് കാമം, ഇച്ഛ. രണ്ടാണ്. ഈശ്വരൻ സൃഷ്ടിക്കട്ടെ എന്നിച്ഛിച്ചു എന്ന് ചിലടത്ത് പറയുന്നു, ചിലടത്ത് ഈശ്വരൻ സൃഷ്ടിക്കട്ടെ എന്ന് സങ്കല്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇത് ജീവന്റെ ഭാഷയിൽ പറയുമ്പോൾ അത് രണ്ടു തരത്തിലുള്ള വൃത്തികളാണ്. കാമ, സങ്കല്പ എന്നുള്ള ശ്രുതിയിലും പറയുന്നുണ്ട്.
അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സാന്ദർഭികമായിട്ട് പല സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും അത് വീണ്ടും ഓർമ്മിക്കുന്നതല്ലാണ്. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കടക്കാം. അതിന്റെ ആമുഖമായിട്ട് ഭാഷ്യകാരൻ ഇവിടെ ചില കാര്യങ്ങൾ പറയുകയാണ്. യോയം യോഗോ അധ്യായദ്വയേന ഉക്തോ ജ്ഞാനനിഷ്ഠാലക്ഷണഃ സസന്യാസഃ കർമ്മയോഗോപായഃ യസ്മിൻ വേദാർത്ഥഃ പരിസമാപ്തഃ പ്രവൃത്തിലക്ഷണോ നിവൃത്തിലക്ഷണസ്യ. യോയം യോഗോ അധ്യായദ്വയേന ഉക്തഃ, 2 അധ്യായങ്ങളിൽ യോഗത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്തൊക്കെയാണത്? ജ്ഞാനനിഷ്ഠാലക്ഷണഃ സസന്യാസഃ കർമ്മയോഗോപായ. ഒന്നെന്താണ്? ജ്ഞാനനിഷ്ഠ. സസന്യാസഃ, സന്യാസത്തോടു കൂടിയതാണ്. കർമ്മയോഗോപായ, കർമ്മയോഗമാണ് അതിന് ഉപായമായിരിക്കുന്നത്. കർമ്മയോഗത്തിലൂടെ എത്തിച്ചേരുന്ന സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. യസ്മിൻ വേദാർത്ഥഃ പരിസമാപ്തഃ, അതിൽ വേദ താല്പര്യങ്ങളെല്ലാം അവിടെ പരിസമാപ്തമായിരിക്കുകയാണ്. പ്രവൃത്തി ലക്ഷണവും നിവൃത്തി ലക്ഷണ. ഒന്ന് പ്രവൃത്തി ലക്ഷണം, എന്താണ് കർമ്മയോഗം. മറ്റൊന്ന് നിവൃത്തി ലക്ഷണം. ഗീതാസുര സർവാസു അയമേവ യോഗോ വിവക്ഷിതോ ഭഗവത. ഗീതയിൽ സർവത്ര ഈ ഒരു യോഗമാണ് ഭഗവാൻ വിവക്ഷിച്ചിരിക്കുന്നത്. അതഃ പരിസമാപ്തം വേദാർത്ഥം മന്വാനഃ തം വംശകഥനേന സ്തൗതി ശ്രീ ഭഗവാൻ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ ഭഗവാൻ വാസുദേവൻ ആ വേദ താല്പര്യം താൻ പറഞ്ഞു കഴിഞ്ഞു. വേദാർത്ഥം പരിസമാപ്തമായി. ഈ 2 നിഷ്ഠകളെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ വേദത്തിന്റെ താല്പര്യം ഇവിടെ തീർന്നു കഴിഞ്ഞു എന്ന് കരുതി വംശകഥനേന, വംശകഥനത്തിലൂടെ എന്താണെന്ന് അതിന് പറയുന്നു, സ്തുതിക്കുകയാണ് ആ വേദ താല്പര്യത്തെ, താൻ പറഞ്ഞ നിഷ്ഠാദ്വയത്തെ. ഇമം അധ്യായദ്വയോനുക്തം യോഗം എന്ന് പറഞ്ഞ് അത് പറയുകയാണ് ശ്ലോകത്തിൽ. ശ്രീ ഭഗവാൻ വാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വാന്മനവേ പ്രാഹ മനുരക്ഷ്വാകവേ ബ്രവീത്. ഇമം അധ്യായദ്വയേന ഉക്തം യോഗം. ഇവിടെ ഈ കഴിഞ്ഞ 2 അധ്യായങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞതായ യോഗം എന്ന് പറയുമ്പോൾ ഇത് 2, കർമ്മയോഗവും ജ്ഞാനയോഗവും. വിവസ്വതേ ആദിത്യായ സർഗാദോ പ്രോക്തവാൻ അഹൻ. ഇത് ഞാൻ ആദിത്യനായി ഉപദേശിച്ചു. ആദിത്യൻ എന്ന് പറയുമ്പോൾ ആദിത്യദേവനായിക്കൊണ്ടിത് ഞാൻ ഉപദേശിച്ചു. ആദിത്യായ, അതായത് നമ്മൾ സ്ഥൂലമായി കാണുന്ന സൂര്യനല്ല, അതിനെ പ്രവർത്തിപ്പിക്കുന്നതായ ആദി ദൈവിക ശക്തി, അതാണ് ആദിത്യദേവൻ. ആദിത്യദേവനായി ഞാൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതിനെ ഉപദേശിച്ചു എന്നാണ്. കാരണം ആദിത്യൻ, സൂര്യൻ എന്ന് പറയുന്നത് പ്രകാശമാണ്. അറിവെന്ന് പറയുന്നതും പ്രകാശമാണ്. ഈ സൂര്യൻ എന്ന് പറയുന്നത് ഭൗതികമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. അറിവെന്ന് പറയുന്നത് ജീവനിലിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതിന് സാമ്യതയുണ്ട്. അപ്പോൾ ആദിത്യനെയാണ് ഇവിടെ ആദി ഗുരുവായി പറയുന്നത്. എന്തുകൊണ്ട്? പ്രകാശം അന്ധകാരത്തെ നശിപ്പിക്കുന്നത് പോലെ ഈ ഉപദേശിക്കുന്ന ഭഗവാൻ ഉപദേശിച്ചതായ ഈ അറിവും അന്ധകാരത്തെ നശിപ്പിക്കുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് സർഗാദിയിൽ ഞാനത് ഉപദേശിച്ചു അഹം എന്ന് പറയുന്നു. അതിവിടെ താനെന്ന് പറയുന്നു. ഇവിടെ താനെന്ന് പറയുന്ന ആരെയാണ്? ഇവിടെ തേടത്തടത്തിൽ നിന്ന് അർജുനന് ഈ തത്വത്തെ ഉപദേശിക്കുന്ന വാസുദേവൻ. അപ്പോൾ ഇത് കാണിക്കുന്നത് ശ്രീകൃഷ്ണൻ അവതാരമാണ് എന്നുള്ളതിന്
പ്രമാണമായിട്ടാണ് ഈ ഭാഗം സ്ഥാപനത്തിനായി. അത് ഇനി വീണ്ടും പറയും, എടുത്തു പറയും. ധർമ്മസംസ്ഥാപനത്തിനായി ഈശ്വരൻ അവതരിക്കുന്നു. ഈ അവതാരം എന്ന് പറയുന്ന തത്വത്തെ ഈ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ പ്രമാണമായിട്ടാണ് അതാണ് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഈ ഭാഗം ഇവിടെ സ്വയം തന്നെ പറയുകയാണ്. എന്താണ്? ഞാൻ തന്നെ എന്ത് ചെയ്തു? ഇത് ഉപദേശിച്ചു. സർഗാതു സൃഷ്ടിയുടെ ആരംഭത്തിൽ പ്രോക്തവാനഹം ജഗത് പരിപാലയിതൃണാം ക്ഷത്രിയാണാം ബലാധാനായ ഇവിടെ പറയുന്നു. ഇത് എങ്ങനെ സൂര്യനിലൂടെ വന്നു എന്നുള്ളതാണ്. അപ്പൊ സൂര്യവംശത്തിലൂടെ വന്നു എന്നും അതിനർത്ഥം കൊടുക്കുന്നുണ്ട്. അത് ക്ഷത്രിയ വംശമാണ്. അപ്പൊ ക്ഷത്രിയ വംശത്തിലൂടെ ഈ വിദ്യ കടന്നു വന്നു. അപ്പൊ ഈ വിദ്യയുടെ ഗുരുവായിരിക്കുന്നത് ക്ഷത്രിയനാണ്, ക്ഷത്രിയ വംശമാണ്. ജഗത് പരിപാലയിതൃണാം ക്ഷത്രിയാണാം. എന്തുകൊണ്ട്? ഈ ലോകത്തെ പരിപാലിക്കുന്നത് ക്ഷത്രിയന്മാരാണ്. അല്ലെങ്കിൽ ആരാണോ ലോകത്തെ പരിപാലിക്കുന്നത്, ലോകത്തെ ഭരിക്കുന്നത്, അവരാണ് ക്ഷത്രിയന്മാര്. അവർക്ക് ബലാധാനായ, അവർക്ക് ബലം നൽകുന്നതിന് വേണ്ടി ഈ വിദ്യയെ ഇങ്ങനെ ഞാൻ ഉപദേശിച്ചു കൊടുത്തു എന്ന് ഈശ്വരൻ പറയുകയാണ്. കാരണം ക്ഷത്രിയനാണ് കർമ്മരംഗത്ത് ഇരിക്കുന്നത്. മുഖ്യമായും കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടി വരുന്നത് ക്ഷത്രിയനാണ്. അതുകൊണ്ടത് ക്ഷത്രിയന് വേണ്ടി ഉപദേശിച്ചു എന്നും പറയാം. തേന ഹി യോഗബലേന യുക്താഹ സമർത്ഥാഹ ഭവന്തി ബ്രഹ്മ പരിരക്ഷിതം. അവിടെ ഭാഷ്യകാരൻ തന്റേതായ ഒരു വ്യാഖ്യാനം കൂടി അതിന് കൊടുക്കുകയാണ്. എന്താണ്? തേന യോഗബലേന യുക്താഹ. ആ യോഗബലം എന്തിനു വേണ്ടിയിട്ടാണ് ക്ഷത്രിയന് ഈ യോഗബലം കൊടുക്കുന്നത്? അതുകൊണ്ട് സമർത്ഥാഹ ഭവന്തി. അതുകൊണ്ട് ക്ഷത്രിയന് സാമർഥ്യം കിട്ടും. എന്തിന്? ബ്രഹ്മ പരിരക്ഷിതം, ബ്രാഹ്മണനെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്നാണ്. ക്ഷത്രിയന് ഈ വിദ്യ ഉപദേശിച്ചതും ഈ വിദ്യയിലൂടെ ക്ഷത്രിയന് ബലം കൊടുക്കുന്നതും എന്തിനു വേണ്ടി പറയുന്നു? ബ്രാഹ്മണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നർത്ഥം. അപ്പോൾ ബ്രാഹ്മണന്റെ രക്ഷയാണ് ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം മുഖ്യം. അതിന് ക്ഷത്രിയനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് പഴയ നമ്മുടെ സനാതന സംസ്കാരത്തിന്റെ ഒരു രാജനീതി. അതാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രഹ്മപരിരക്ഷിതം യുക്താഹ ഭവന്തി. ബ്രാഹ്മണനെ രക്ഷിക്കാൻ ഇത് വെച്ചുകൊണ്ടാണ് പലരും പറയുന്നത് ശങ്കരാചാര്യര് ബ്രാഹ്മണ പക്ഷപാതിയായിരുന്നു. അവസരം കിട്ടുന്നിടത്തെല്ലാം ബ്രാഹ്മണനെ രക്ഷിക്കാനുള്ള ചില വിദ്യകൾ പ്രയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നു. ബ്രഹ്മക്ഷത്രേ പരിപാലിതേ ജഗത് പരിപാലയിതും അലം പറയുന്നു. ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും രക്ഷിച്ചു കഴിഞ്ഞാൽ ജഗത്ത് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ, വൈശ്യൻ, ശൂദ്രൻ, ബാക്കിയുള്ള വർണ്ണബാഹ്യന്മാർ, ഇവരെല്ലാം രക്ഷിക്കാൻ അലം എന്ന് വെച്ചാൽ പിന്നെ മറ്റൊന്നും ചെയ്യണ്ട, ഇത് മതി എന്നാണ്. അപ്പൊ ഇത് പഴയകാലത്തെ ഒരു സങ്കല്പമാണ്. പഴയ വർണ്ണവ്യവസ്ഥയിലുണ്ടായിരുന്ന ഒരു സങ്കല്പമാണ്. ക്ഷത്രിയൻ തന്റെ ശക്തിയും എല്ലാ ഐശ്വര്യങ്ങളും തേജസ്സും പ്രാഗൽഭ്യവും എല്ലാം ഉപയോഗിച്ചിട്ട് ബ്രാഹ്മണനെ സംരക്ഷിക്കണം. ആ ബ്രാഹ്മണനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണന്റെ സംരക്ഷണയിലൂടെ ബാക്കിയുള്ള എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കാം എന്നുള്ള പഴയ ഒരു സങ്കല്പമാണ്. വർണ്ണവ്യവസ്ഥയുടെ ഭാഗമായി വന്ന ഒരു സങ്കല്പം. അതിന് അന്ന് നിലവിലിരുന്ന ആ ഒരു സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്നത്തെ സാമൂഹികമായ കാഴ്ചപ്പാട്, സമൂഹത്തെക്കുറിച്ചുള്ള അന്നുള്ള മനുഷ്യരുടെ കാഴ്ചപ്പാടൊക്കെ ഇങ്ങനെയായിരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഇന്നത്തെ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാനും നിർണ്ണയിക്കാനും ഒക്കെ പ്രയാസമുള്ള കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഒരു കാലത്ത് സമൂഹ വ്യവസ്ഥ അങ്ങനെയായിരുന്നു. അതങ്ങനെ അല്ല എന്ന് നമ്മൾ പറയാതിരിക്കുക. അങ്ങനെ ആയിരുന്നു. അത് അനുസരിച്ചുകൂടെ പറയുന്നു. അന്നത്തെ സ്മൃതികളിലും ഇതിഹാസത്തിലും പുരാണങ്ങളിലുമെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥ ഇതാണ്. സമൂഹത്തിൽ ക്ഷത്രിയൻ എന്ത് ചെയ്യണം? ബ്രാഹ്മണനെ സംരക്ഷിക്കണം. ബ്രാഹ്മണനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതിലൂടെ സമൂഹമെല്ലാം സംരക്ഷിക്കപ്പെടും. അതിന് ഭാഷ്യക്കാരനിവിടെ പറയുന്നു. അങ്ങനെ ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി
അങ്ങനെ ഈ വർണ്ണവ്യവസ്ഥ നിലനിർത്തുക, ലോകം അതിലൂടെ നിലനിലാണ് ആചാര്യസ്വാമികൾ. അതുകൊണ്ട് അവസരം കിട്ടുന്നിടത്തല്ല അത് പറയും. ഇവിടെ ഇപ്പോൾ ശ്ലോകത്തിലതൊന്നും പറഞ്ഞില്ല, പക്ഷെ ഭാഷ്യകാരൻ അതുകൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ഞാനിത് വിവസ്വാൻ ഉപദേശിച്ചു, സൂര്യഭഗവാന് ഞാനിത് ഉപദേശിച്ചു, അതിലൂടെ ഇങ്ങനെ വന്നു എന്നേ പറഞ്ഞു. അവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ അങ്ങനെയുള്ള ജാതിയൊന്നും അവിടെ എടുത്തു പറഞ്ഞില്ല. ഭാഷ്യത്തിൽ വന്നപ്പോഴാണ് അതൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അമ്പീയം അമ്പീയ ഫലത്വ അടുത്ത് പറയുന്നു. അമ്പീയവുമായ ഫലത്തോടുകൂടിയത്. ഇത് ഈ ഭാഷ്യത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതൊന്നും വായിച്ചിട്ടില്ലാത്തവർ, അല്ലെങ്കിൽ ഇതൊന്നും വായിക്കാൻ മെനക്കെടാത്ത ആൾക്കാർ, സാധുക്കൾ, അവർ പറയുന്നത് ഭാഷ്യകാരൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ്. ഇങ്ങനെയൊന്നും ഒരിക്കലും ഭാഷ്യകാരൻ പറയത്തില്ല. അത് അദ്വൈതിയാണ്. അദ്വൈതിയായിരിക്കുന്ന ശങ്കരാചാര്യൻ ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്വൈതത്തെ ഉപേക്ഷിച്ച് കളയുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഇപ്പൊ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നത് ഭാഷ്യകാരൻ പറഞ്ഞു തന്നെയാണ്, വേറെ ആ രീതി കൂട്ടിച്ചേർത്തതല്ല. വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഇത്രയും ഇവിടെ കൂട്ടിച്ചേർത്തിട്ട് ആർക്കും പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ കാര്യം. പക്ഷെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം. അതിവിടെ പറഞ്ഞിട്ടുണ്ട്, അതവിടെ വ്യക്തമാണ്. ഇതിനു മുമ്പും പല ഭാഗങ്ങളിലും നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങളിലും കാണാം. ഇത് ഉപനിഷത്തുകളിലെല്ലാം ഇതിലും വലിയ തമാശകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭാഷ്യകാരൻ അംഗീകരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ നീതിയും ധർമ്മവും ന്യായവും അന്യായവും ഒക്കെ ഓരോരുത്തരും അവരുടെ സങ്കല്പത്തിനനുസരിച്ച് തീരുമാനിച്ചുകൊള്ളുക. പക്ഷെ പ്രധാനമായി വരുന്ന ഒരു കാര്യം ഇത് ഭാഷ്യകാരൻ പറഞ്ഞു ഇല്ല എന്നുള്ളതാണ്. അതായത് മൂലത്തിലില്ലാത്ത, ശ്ലോകത്തിലില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ഭാഷ്യകാരന്റെ സംഭാവനയായി ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഇത് ധാരാളം ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ആദ്യം അതിനെ അംഗീകരിക്കുക, ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. പിന്നെ അതിന്റെ ന്യായ അന്യായങ്ങളെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യും. അഭ്യയം അഭ്യ ഫലത്വ അടുത്ത് പറയുന്നു. അഭ്യയം അഹം ഇമം യോഗം വിവസ്വതേ പ്രോക്തം, ഞാനിത് വിവസ്വാൻ ഉപദേശിച്ചു. ഇതെന്താണ്? അഭ്യയമാണ്. അഭ്യയമായ നശിക്കാത്ത ഫലം, മോക്ഷം. അഭ്യയമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? മോക്ഷമാണ്. അതിന് നൽകുന്നതാണ് ഈ വിദ്യ. അതാണ് അടുത്ത് പറയുന്നത്. നഹി അസ്യ യോഗസ്യ സമ്യക് ദർശനനിഷ്ഠ ലക്ഷണസ്യ മോക്ഷാഖ്യം ഫലം വേദി. അസ്യ യോഗസ്യ, ഈ യോഗം, സമ്യക് ദർശനനിഷ്ഠ ലക്ഷണസ്യ, സമ്യക് ദർശനനിഷ്ഠ ആകുന്ന ഈ യോഗത്തിന്റെ ഫലം അത് വേദി, അതൊരിക്കലും നശിക്കുന്നില്ല. ഉപനിഷത്തിനും ഒരു ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. ഇത് ക്ഷത്രിയന്മാരിലൂടെയാണ് വിദ്യ വന്നത്. ആ വിദ്യ പിന്നീട് ക്ഷത്രിയൻ ബ്രാഹ്മണൻ ഉപദേശിച്ചു. അങ്ങനെ ബ്രാഹ്മണനിലേക്ക് വിദ്യ വന്നു എന്നുള്ള ഉപനിഷത്തിന് ഒരിടത്ത് പറയുന്നുണ്ട്. ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ഈ പരമ്പരയാണ്. അതായത് അന്നത്തെ ആ രാജവംശങ്ങളിലൂടെയാണ് ഈ കർമ്മയോഗത്തിന്റെ. കാരണം കർമ്മം ചെയ്യുന്നവരാണല്ലോ, അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരിലൂടെ വന്നു, അത് ബ്രാഹ്മണന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നിടത്തും ഭാഷ്യകാരൻ പ്രത്യേകം പറയും, അങ്ങനെ ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണൻ ഈ വിദ്യ സ്വീകരിച്ചെങ്കിലും അവിടെയും ബ്രാഹ്മണനെ, വിദ്യ സ്വീകരിച്ചതായ ബ്രാഹ്മണനെ ഗുരുവായി സ്വീകരിക്കണം, ക്ഷത്രിയനെ ശിഷ്യനായി സ്വീകരിച്ചോണം എന്നുകൂടി ഭാഷ്യകാരൻ പറയുന്നുണ്ട്. വിദ്യ സ്വീകരിച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും ബ്രാഹ്മണനെ ശിഷ്യനായി കരുതരുത്. ബ്രാഹ്മണൻ ആരിൽ നിന്ന് വിദ്യ സ്വീകരിക്കുന്നു അയാളുടെ ഗുരുവായിരിക്കും. ആരാണോ ബ്രാഹ്മണന് വിദ്യ ഉപദേശിക്കുന്നത് അയാൾ ശിഷ്യനുമായിരിക്കും എന്നാണ്. അങ്ങനൊരു പ്രത്യേക ഒരു പ്രിവിലേജ് ആചാര്യസ്വാമികൾ ബ്രാഹ്മണന് കൊടുത്തിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ അവരോട് തീരുമാനിച്ചോളൂ. സച്ച വിവസ്വാൻ മനവേ പ്രാഹ, ആ വിവസ്വാൻ ആദ്യത്തിന് എന്ത് ചെയ്തു? അത് മനുവിന് ഉപദേശിച്ചു. വിവസ്വാനിൽ നിന്നും മനുവിലേക്ക് വന്നു. മനുരിക്ഷാകവേ സ്വപുത്രായ,
ആദിരാജായ അബ്രവീ. മനു എന്ത് ചെയ്തു? അത് ഇക്ഷ്വാകുവിന്. ഇക്ഷ്വാകു എന്ന് പറയുന്ന ആരാണ്? മനുവിന്റെ പുത്രനാണ്. ആദി രാജാരംഭത്തിൽ ആണ്. ഓരോ കൽപ്പങ്ങളിലും മനുവും ആദിത്യനും ഒക്കെ മാറി മാറി വരും. അപ്പോൾ ഈ കൽപ്പത്തിലെ കാര്യം പറയുകയാണ്. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ, അതിനു മുമ്പും പല കൽപ്പങ്ങളും ഉണ്ടായിരുന്നു. ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഒരു വിവസ്വാൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മനു ഉണ്ടായിരുന്നു, മനുവിന് പിന്നെ ഒരു ഇക്ഷ്വാകു ഉണ്ടായിരുന്നു. അങ്ങനെ പരമ്പരയിലൂടെ ഈ വിദ്യ പ്രചരിച്ചു എന്നാണ്. ഈ ശ്ലോകത്തിൽ നോക്കുക. അഹം, ഈ ഞാൻ, ഇമം അമ്പ്യം യോഗം, ഈ നശിക്കാത്തതായ യോഗവിദ്യയെ വിവസ്വതി, വിവസ്വാന് പ്രോക്തവാൻ, ഉപദേശിച്ചു. വിവസ്വാൻ, വിവസ്വാൻ മനവേ പ്രാഹ, മനുവിന് ഉപദേശിച്ചു. മനുഹു, മനു ഇക്ഷ്വാകവേ അബ്രവീത്, ഇക്ഷ്വാകുവിന് ഉപദേശിച്ച വംശപരമ്പര, വിദ്യയുടെ വംശപരമ്പരയെക്കുറിച്ച് പറയുകയാണ്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അമ്പ്യം വിവസ്വാന്മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടഃ പരന്തപ. ഏവം, ഇപ്രകാരം ക്ഷത്രിയ പരമ്പരാ പ്രാപ്തം ഇമം, ക്ഷത്രിയ പരമ്പരയിലൂടെ പറഞ്ഞ ക്ഷത്രിയ പരമ്പരയാണ് ആത്മവിദ്യയുടെ പരമ്പര. ആ പരമ്പരയിലൂടെ പ്രാപ്തമായ ഇമം, ഈ യോഗത്തെ രാജർഷയോ, രാജാനശ്ച രാജർഷയോ വിദുഃ, രാജർഷികൾ ഇതിനെ അറിഞ്ഞിരുന്നു. ജനകനെ പറയുന്നു. അവർ രാജാക്കന്മാരുമാണ്, അതേസമയം ഋഷിമാരുമാണ്, ജ്ഞാനികളുമാണ്. ആർഷജ്ഞാനമുള്ളവനാണ് ഋഷി. അപ്പോൾ രാജാക്കന്മാരായിരുന്നു, രാജ്യഭരണം നിർവഹിച്ചിരുന്ന ഋഷിമാർ, അവർ ഇതിനെ അറിഞ്ഞിരുന്നു. പക്ഷേ സയോഗ കാലേന ഇഹ മഹതാ ദീർഘേണ, ദീർഘമായ കാലം കൊണ്ട്, ഇത് ഭാഷ്യത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, അനുഷ്ഠാതൃണാം കാമോദ്ഭവ, ഇതനുഷ്ഠിച്ചുകൊണ്ടിരുന്നവരിൽ കാമമുണ്ടായി, അങ്ങനെ ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. നഷ്ട വിച്ഛിന്ന സമ്പ്രദായ സംവൃത്ത, ആ സമ്പ്രദായം വിച്ഛിന്നമായി പോയി. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഇത് ഭഗവാൻ ഉപദേശിച്ചുവെങ്കിലും അത് നഷ്ടപ്പെട്ടു പോയി. ഹേ പരന്തപ, ആത്മനോ വിവക്ഷഭൂതാഹ പരവിച്യതേ. പരന്തപ ശബ്ദം നേരത്തെ പല ഭാഗത്തും വന്നു, ഇപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. ആത്മനോ വിവക്ഷഭൂതാഹ, തനിക്ക് ശത്രുക്കളായിരിക്കുന്നവരാണ് പരന്മാരെന്ന് പറയുന്നത്. താൻ ശൗര്യ തേജോ ഭഗസ്തിഭി ഭാനുരിവ താപേരീതി പരന്തപ, ശത്രുതാപന. സൂര്യൻ എന്താണ് ചെയ്യുന്നത്? അതിന്റെ തേജസ്സുള്ള കിരണങ്ങളെ കൊണ്ട് ചൂട് പിടിപ്പിക്കുന്നു മറ്റുള്ള വസ്തുക്കളെ. അതുപോലെ ഈ ക്ഷത്രിയൻ തന്റെ ശൗര്യമാകുന്ന തേജോ ഗഭസ്തിവി, തേജകിരണങ്ങളെ കൊണ്ട് ഭാനുരിവ, സൂര്യനെ പോലെ താപയതി, തപിപ്പിക്കുന്നു. ഇവിടെ ക്ഷത്രിയൻ ശത്രുക്കളെ തപിപ്പിക്കുന്നു, സൂര്യൻ അന്യവസ്തുക്കളെല്ലാം തപിപ്പിക്കുന്നു. അതുകൊണ്ട് പരന്തപ, ശത്രുതാപന, ശത്രുക്കളെ തപിപ്പിക്കുന്നവനെ എന്നുള്ള അർത്ഥം ഇവിടെ വന്നിരിക്കുന്നു. അടുത്ത ശ്ലോകം പരന്തപ, അല്ലയോ അർജുന, ഏവം ഇപ്രകാരം എന്ന് വെച്ചാൽ വിവസ്വാനിൽ തുടങ്ങി പരമ്പരാപ്രാപ്തം ഇമം യോഗം, പരമ്പരയിലൂടെ പ്രാപ്തമായി വന്ന ഈ യോഗം രാജർഷയോ അവിദുഹു, രാജർഷയ അവിദുഹു, രാജർഷിമാർ ഇതിനെ ഗ്രഹിച്ചിരുന്നു. രാജർഷയോ വിദുഹു എന്ന് പറയുന്ന അവിടെ ഒരു ആഹാരം കൂടെ ഉണ്ട്.
സന്ധി വന്നിരിക്കുകയാണ്. രാജർഷയ അവിദുഹു, രാജർഷിമാർ ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുന്നു, അറിഞ്ഞിരുന്നു. സയോഗ, ആ യോഗം ഇഹ ഇവിടെ മഹതാ കാലേന ദീർഘകാലത്തെ അനുഷ്ഠാനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആ യോഗത്തെ വീണ്ടും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ അവതരിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ടപരന്തപ. ഇവിടെ രാജർഷയോ അവിദുഃ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഒരു അകാരമുണ്ടെങ്കിലും അവിടെ വായിക്കുമ്പോൾ രാജർഷയോ എന്ന് പറയുന്നിടത്ത് ഒന്ന് നിർത്തുകയാണെങ്കിൽ അവിദുഃ എന്ന് വായിക്കണം. ചേർത്ത് വായിക്കുകയാണെങ്കിൽ വായിക്കുമ്പോൾ രാജർഷയോ വിദുഃ എന്ന് ചേർത്ത് വായിക്കാം. എന്ന് ചേർത്ത് വായിക്കുമ്പോൾ അവിടെ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേർന്ന് സന്ധി വന്നിട്ട് ഒന്നായി മാറും, ഒന്നായി മാറും. അപ്പോൾ വായിക്കുന്ന സമയത്ത് ഈ പ്രശ്ലേഷം വരുന്നിടത്തെല്ലാം അങ്ങനെയാണ്. എവിടെയാണോ അതിനെ നമ്മൾ പിരിച്ചു വായിക്കുന്നത്, പിരിച്ചു വായിച്ചാൽ അവിടെ ആകാരം ഉച്ചരിക്കണം. അല്ല പിരിക്കാതെ വായിക്കുകയാണെങ്കിൽ അവിടെ ചേർത്ത് മരപ്രഭു അമരപ്രഭു എന്ന് വരുന്നത് ചേർത്തങ്ങ് വായിച്ചു കഴിഞ്ഞാൽ അവിടെ ആകാരം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. രാജർഷയോ വിദു എന്ന് മതി. പക്ഷെ രാജർഷയോ എന്ന് വന്ന് അവിടെ നിർത്തുകയാണെങ്കിൽ രാജർഷയോ അവിദു എന്ന് തന്നെ വായിക്കുന്നു. അപ്പോൾ സാധാരണ ശ്ലോകം വായിക്കുമ്പോൾ നമ്മൾ സാധാരണ ചേർത്താണ് വരുന്നത്. ചേർത്ത് വായിക്കുമ്പോൾ രാജർഷയോ വിദു എന്ന് വായിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെ അകാരത്തെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇല്ല, സന്ധി വന്നിരിക്കുന്നു. സയേവായം മയാ തേദ്യ യോഗപ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ നഷ്ടം യോഗം ഇമം ഉപലഭ്യ ലോകഞ്ച അപുരുഷാർത്ഥ സംബന്ധിനം എന്നാണ്. ഈ വിദ്യ എന്താണ്? ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ നഷ്ടം. യോഗത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. യോഗം എന്ന് പറയുന്നത് സമ്പ്രദായത്തിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അനാദികാലമായി. ഈ ആത്മവിദ്യ എന്ന് പറയുന്നത് ഇവിടെ പുതുതായിട്ട് ആരും ഒരു വിദ്യ ആവിഷ്കരിച്ചിട്ടില്ല, ഒരു ഗുരുക്കന്മാർ ഇല്ലയോ. ഇത് ആദിനാരായണനിൽ നിന്നും തുടങ്ങി വരുന്നൊരു സമ്പ്രദായമാണ്. പുതുതായിട്ട് ആർക്കും ഇത് തുടങ്ങാൻ കഴിയത്തില്ല. പക്ഷേ ആ വിദ്യ ചില സമയത്ത് നഷ്ടപ്രായമാകും, എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടതുപോലെ തോന്നും. എന്തുകൊണ്ട്? അജിതേന്ദ്രിയാൻ ദുർബലാൻ, ജിതേന്ദ്രിയന്മാരുടെ കയ്യിലല്ല ഇത് വന്ന് പെടുന്നതെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് അവിടെ വെച്ച് വിദ്യ നശിക്കുന്നതെന്ന് വെച്ചാൽ അജിതേന്ദ്രിയന്റെ കയ്യിൽ ഈ വിദ്യ വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത് ഒരു തലമുറയിലേക്ക് ഇത് പോകുന്നില്ല. എന്തുകൊണ്ട്? ആ വിദ്യ അവിടെ തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ വിദ്യ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ച് ആ വ്യക്തി ആ വിദ്യയെ വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല, വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കുന്നില്ല. ആ വിദ്യയുടെ ഫലം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിദ്യ അടുത്തൊരു പരമ്പരയിലേക്ക് പോകുന്നില്ല, നഷ്ടപ്പെട്ടു. അത് തന്നെ ഈ ആത്മവിദ്യയ്ക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് ശ്രദ്ധയില്ലാത്തവനത് ഉപദേശിക്കരുത്, നാഭക്തായ ഭക്തിയില്ലാത്തവനത് ഉപദേശിക്കരുത് എന്നെല്ലാം പല അവസാനം ഭഗവാനും പറയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറയും ഇത് നജാ ശുശ്രൂഷവേവ, കേൾക്കുന്നതിന് തന്നെ താല്പര്യമില്ലാത്തവനെ ബലമായിട്ട് പിടിച്ചിരുത്തി ഇത് പഠിപ്പിക്കരുത്, ശ്രദ്ധയില്ലാത്തവനോടിത് പറഞ്ഞു കൊടുക്കരുത്, ഭക്തിയില്ലാത്തവനോടിത് പറയരുത് എന്നെല്ലാം പറയും. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചത് വീണ്ടും നശിച്ചു, വീണ്ടും ഭഗവാൻ അവതരിക്കേണ്ടി വരും.
അതുകൊണ്ടാണ് തന്റെ ജോലിഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി പറയുകയാണ് ഇത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കരുത്. അജിതേന്ദ്രന്മാരല്ലാത്തവരുടെ അടുത്തേക്ക് ചെന്ന് ഇത് നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ഈ ശ്രദ്ധയും താല്പര്യവും വിശ്വാസവും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ പിന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു. അതാണ് യോഗം ഇമം ഉപലബ്ധി. അത് മാത്രമല്ല, എന്താണ് ലോകഞ്ച അപുരുഷാർത്ഥ സംബന്ധിനം, ലോകർക്കും പിന്നെ പുരുഷാർത്ഥത്തിൽ താല്പര്യമില്ലാകും. അവരും ശിഷ്യനോദര പരായണന്മാരാണ്. അന്നപാനാദികളിൽ അല്ലെങ്കിൽ ലൗകികമായ വിഷയങ്ങളിൽ മാത്രം താല്പര്യമുള്ളവരായി മനുഷ്യരും കഴിയും. അപുരുഷാർത്ഥ സംബന്ധനം, മനുഷ്യരുടെ ഇടയിൽ നോക്കിയിട്ട് ആർക്കും പുരുഷാർത്ഥത്തോട് ബന്ധം, മോക്ഷത്തെ ആരും ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. ഇതുമെല്ലാം കണ്ടിട്ട് എന്താണ് ഭഗവാൻ ഇവിടെ അവതരിച്ചത് തന്നെ എന്താണ്? ധർമ്മ സംസ്ഥാപനം, ദുഷ്ടനിഗ്രഹം എന്ന് പറയുമ്പോൾ മുഖ്യമായ ഉദ്ദേശം തന്നെ എന്താണ്? ഈ വിദ്യയെ പുനരാവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സജീവായും ആ ഞാൻ തന്നെ എന്നർത്ഥം. അതായത് ആ സൃഷ്ടിയുടെ ആരംഭത്തിൽ വിവസ്വാൻ ഉപദേശിച്ചു കഴിഞ്ഞ ആ ഞാൻ തന്നെ മയ തേ തുഭ്യം അദ്വൈതാനിത, ഇവിടെ ഈ യുദ്ധഭൂമിയിൽ യോഗ പ്രോക്ത, നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, യോഗത്തെ നിന്നോട് ഉപദേശിച്ചു കഴിഞ്ഞു. ഇത് പുരാതനമാണ്, വളരെ പുരാതനമായിരിക്കുന്ന ഈ ആത്മവിദ്യയെ നിനക്ക് ആ ഞാൻ തന്നെയാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? ഭക്തോസി മേ സഖാസി, നീ എന്താണ്? എന്റെ ഭക്തനാണ്. ഭക്തൻ മാത്രമല്ല, എന്റെ സുഹൃത്തുമാണ്. ഭക്തനായത് ഈ അടുത്ത കാലത്താണ്, നേരത്തെ സുഹൃത്തായിരുന്നു. അതുകൊണ്ട് രണ്ടും പറയും. നീ ഭക്തനാണ്, എന്നാൽ സുഹൃത്തുമാണ്. അതുകൊണ്ടെന്താണ്? രഹസ്യം യസ്മാത് ഉത്തമം, ഇത് രഹസ്യമാണ്. രഹസ്യം എന്തുകൊണ്ട് പറയുന്നു? ഭക്തി ശ്രദ്ധ യുക്തനായ ഒരുവന് മാത്രമേ ഇത് കേട്ടാലും മനസ്സിലാകൂ. അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്. അത്യധിക സൂക്ഷ്മം എന്നാണ് എന്റെ അർത്ഥം. രഹസ് എന്നുവെച്ചാൽ ഏകാന്തം എന്നാണ് ശബ്ദത്തിന്റെ അർത്ഥം. ഏകാന്തത എവിടെയാണുള്ളത്? ഏകാഗ്രമായ മനസ്സ്. സൂക്ഷ്മമായ ഏകാഗ്രമായ മനസ്സിൽ മാത്രം പ്രകാശിക്കുന്നതാണത്. സ്ഥൂലബുദ്ധികൾക്ക്, ബഹിർമുഖന്മാർക്ക് ഇതൊന്നും ദഹിക്കത്തില്ല. അതുകൊണ്ട് അത്യധിക രഹസ്യമായിരിക്കുന്ന ഇത് ഏത് ഉത്തമം. രഹസ്യം എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാൻ പാടില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അർത്ഥത്തിലല്ല, രഹസ്യ ശബ്ദത്തിന്റെ അർത്ഥം. അങ്ങനെയുള്ള യോഗം, ഈ ജ്ഞാനം അത്യധിക സൂക്ഷ്മമായും ഏകാഗ്രമായും സ്വന്തം അന്ധകരണത്തിൽ യോഗ്യന്മാർ ഗ്രഹിക്കേണ്ടതായ ഈ വിദ്യയെ ഭക്തനായതുകൊണ്ടും എന്നോട് സ്നേഹമുള്ളവൻ, സഖ, എന്നോട് സ്നേഹമുള്ളവനായതുകൊണ്ടും ഞാൻ നിനക്കത് ഉപദേശിച്ചു എന്നാണ്. വീണ്ടും വിദ്യയുടെ പ്രചാരത്തിന് വേണ്ടി ഉപദേശിച്ചു എന്നാണ്. അത് വ്യാസഭഗവാൻ പറയും, ആചാര്യസ്വാമികളും പറയും, അർജുനനെ ഒരു നിമിത്തമാക്കി അത് ഉപദേശിച്ചു. അത് വ്യാസൻ ലോകത്തിനായി ഉപദേശിച്ചു സഞ്ജയനിലൂടെ. സ്വയവായം ആ ഞാൻ തന്നെ എന്താണ്? ഏതത് ഉത്തമം രഹസ്യം, ഈ ഉത്തമമായിരിക്കുന്ന സർവശ്രേഷ്ഠനായിരിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ ജ്ഞാനത്തെ ത്വം നീ മേ ഭക്തഃ അസി, നീ എന്റെ ഭക്തനാണ്. സഖാച, നീ എന്റെ സഖാവാണ്. ഇതി എന്ന് കരുതിക്കൊണ്ട്
പുരാതന അതിപുരാതനമായിരിക്കുന്ന യോഗ, ഈ യോഗത്തെ തേ അദ്യ പ്രോക്ത, നിനക്കായി ഇവിടെ ഇപ്പോൾ മയാ പ്രോക്ത, എന്നാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുകയാണ്. സൈവ അയം യോഗ, ആ യോഗത്തെ തന്നെ, ആ യോഗത്തെ തന്നെ ഇതാ ഇവിടെ ഇപ്പോൾ ഉപദേശിച്ചിരിക്കുകയാണ്. ആ ഞാൻ തന്നെയാണ് ഉപദേശിക്കുന്നത്. രണ്ടും വരുന്നുണ്ട്. ആ ഞാൻ തന്നെ ആ യോഗത്തെ തന്നെ ഉപദേശിച്ചു എന്നാണ്. സൈവ അയം യോഗ, ആ യോഗം തന്നെയാണ് ഈ യോഗം. ആ ഞാൻ തന്നെയാണ് ഈ ഞാൻ. ഇത് രണ്ടും പറയുമ്പോഴാണ് അർജുനടുത്ത് സംശയം ഉണ്ടാകുന്നത്. ആ ഞാൻ തന്നെ ഈ ഞാൻ, ആ യോഗത്തെ തന്നെ ഇതാ ഇവിടെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. സയേവായം മയാ തേദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. അർജുനന് സംശയം ഉണ്ടാകും. അതേ വ്യക്തി തന്നെ ഇവിടെ ഉപദേശിക്കുന്നു എന്ന് പറയുന്നു. അർജുന വാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥം ഏതൻ വിജാനീയാം പ്രമാദോ പ്രോക്തവാനിതി. ഭാഷ്യം. ഭഗവതാ വിപ്രസിദ്ധം ഉക്തമിതി മാ ഭൂത് കസ്യചിത് ബുദ്ധിരിതി പരിഹാരാർത്ഥം ചോദ്യമിവ കുർവൻ അർജുന ഉവാച. ഭഗവതാ വിപ്രതിഷിദ്ധമുക്തം, ഭഗവാൻ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ന് മാ ഭൂത് കസ്യചിത് ബുദ്ധി, ആർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകരുത്. ഇതി പരിഹാരാർത്ഥം, അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി ചോദ്യമിവ കുർവൻ അർജുന ഉവാച, ഒരു ചോദ്യം ചോദിക്കുന്നത് പോലെ അർജുനനെ കൊണ്ട് പറയിക്കുകയാണ്. എന്താണ് അപരം? വസുദേവഗ്രഹേ ഭഗവതോ ജന്മ, അങ്ങുതാ ഇപ്പോ ഇവിടെ വസുദേവന്റെ വീട്ടിൽ ജനിച്ചയാളാണ്. പരം പൂർവം സർഗാതു ജന്മോത്പത്തി വിവസ്വത ആദിത്യസ്യ, പക്ഷെ ആദിത്യനാണെങ്കിലോ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായ ആളാണ്, മുമ്പുണ്ടായതാണ്. കഥം ഏതത് വിജാനീയാം, ഇത് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അവിരുദ്ധ അർത്ഥതയാ, ഇതിന്റെ വിരോധങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ത്വമേവ ആദോ പ്രോക്തവാനിമം യോഗം, അങ്ങ് തന്നെയാണ് അതേ യോഗത്തെ തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉപദേശിച്ചു. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സയവത്വം ത്വം ഇദാനീ മഹ്യം പ്രോക്തവാൻ, അതേ യോഗം തന്നെ അങ്ങ് ഇവിടെ ഇപ്പോൾ എന്നോട് ഉപദേശിച്ചു. ഇതെങ്ങനെ ഞാൻ മനസ്സിലാക്കും? കാരണം അങ്ങ് ജനിച്ചത് എന്നാണെന്ന് എനിക്കറിയാം, വസുദേവന്റെ ഗ്രഹത്തിൽ അങ്ങ് ദേവകീസുതനായി ജനിച്ചവനാണ്. മറിച്ചാണെങ്കിലോ ഇത് ആദിയിൽ സൃഷ്ടിയുടെ ആരംഭത്തിലാണ് വിവസ്വാൻ ജനിച്ചിരിക്കുന്നത്. ആ വിവസ്വാൻ അങ്ങേക്ക് ഇതെങ്ങനെ ഉപദേശിക്കാൻ കഴിഞ്ഞു? ഇതെനിക്കെങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഭഗവാന്റെ ദിവ്യമായ ജന്മത്തെക്കുറിച്ച് അടുത്ത് പറയും, ദിവ്യ കർമ്മ, എന്റെ ദിവ്യമായ ജന്മവും എന്റെ ദിവ്യമായ കർമ്മമൊന്നും സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. അത് അർജുനനും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അർജുനൻ തികച്ചും ബാലിശമായൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കും എന്നാണ്. ഭവതഃ ജന്മ അപരം, അങ്ങയുടെ ജന്മം പിന്നീട് സംഭവിച്ചതാണ്. വിവസ്വതഃ ജന്മ സർഗാദിയിലാണ്, മുന്നിലാണ്. ഏത് ത്വം ആദോ പ്രോക്തവാനിതി കഥം അഹം വിജാനീയാം, അങ്ങാണ് ആദിയിൽ ഇതുപദേശിച്ചതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഇതെങ്ങനെ എനിക്കറിയാൻ കഴിയും എന്നാണ്. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥം ഏതദ് വിജാനീയാം. ഇവിടെ അവതാര രഹസ്യത്തെ ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. എന്താണ്? താൻ സാധാരണ മനുഷ്യനല്ല, താൻ
ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തെ കൊണ്ടതാണ് എന്നിവിടെ പറയുന്നു. ശ്രീ ഭഗവാൻ വാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചർജുന തന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ യാ വാസുദേവേ അനീശ്വര അസർവജ്ഞ ആശങ്ക മൂർഖാണാം താം പരിഹരൻ. ശ്രീ ഭഗവാൻ വാച ഈ വാസുദേവ രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ഈശ്വരനല്ല, സർവജ്ഞനല്ല എന്ന് മൂർഖന്മാർക്ക് ശങ്കയുണ്ടാവും. ആ ഈശ്വരനല്ല എന്നുള്ളത് താം പരിഹരൻ, ആ സർവജ്ഞനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഇത്. അതല്ല എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയത്തെ പരിഹരിച്ചുകൊണ്ട് ശ്രീ ഭഗവാൻ വാച ഭഗവാൻ പറയുന്നു യഥർത്ഥോ ഹി അർജുനസ്യ പ്രശ്ന. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അർജുനനെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിച്ചത്. ബഹൂനി മേ മമ വ്യതീതാനി അതിക്രാന്താനി ജന്മാനി തപച്ച പറയുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ശരീരത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലെ അനേക ജന്മങ്ങൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, അനേക അവതാരങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഹേ അർജുന തപച്ച, നിനക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. നീ നിന്റെ പ്രാരബ്ധം കൊണ്ട് ജനിച്ചു, ഞാൻ എന്റെ ഇച്ഛ കൊണ്ട് ശരീരങ്ങളെ സ്വീകരിച്ചു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതാണ് പറയുന്നത് താന്യഹം വേദ ജാനേ സർവാണി നത്വം വേദ ജാനീഷ്. എന്തുകൊണ്ട് ആ സർവ്വജന്മങ്ങളെയും ഞാൻ അറിയുന്നുണ്ട്. എന്തുകൊണ്ട്? നേരത്തെ ഭാഷ്യകാരൻ തന്നെ പറഞ്ഞു സ്വമായ വശീകൃത്യ, തന്റെ തന്നെ മായയെ വശീകരിച്ചുകൊണ്ട് സ്വയം ശരീരം സ്വീകരിച്ചാണ്. ആ ശരീരം സ്വീകരിക്കുന്നത് ഒരിക്കലും പ്രാരബ്ധത്തിനധീനമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ സർവജ്ഞതയെ, ആ ജ്ഞാനത്തെ പ്രാരബ്ധത്തിന് ബാധിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്യഹം വേദ ജാനി സർവാണി, ഞാൻ ആ സർവജന്മങ്ങളെയും ജന്മരഹസ്യത്തെയും അറിയുന്നു. നത്വം മേധ ജാനീഷേ, പക്ഷേ കഷ്ടം നീ അതറിയുന്നില്ല. എന്തുകൊണ്ട്? നീ ജനിച്ചിരിക്കുന്നത് നിന്റെ പ്രാരബ്ധം കൊണ്ടാണ്. ധർമാധർമാദി പ്രതിബദ്ധ ജ്ഞാനശക്തിത്വ, പ്രാരബ്ധം കൊണ്ട് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ജ്ഞാനശക്തിക്ക് പ്രതിബന്ധം ഉണ്ടാവും. എന്തുകൊണ്ട്? ഈ ശരീര ബന്ധം കൊണ്ട്. എങ്ങനെ വരുന്നു? ധർമാധർമ്മങ്ങൾ കൊണ്ട്, പുണ്യപാപങ്ങൾ കൊണ്ട്. കാരണം മനുഷ്യ ശരീരം കിട്ടുന്നത് ധർമാധർമ്മങ്ങൾ കൊണ്ടാണ്. പുണ്യ പാപങ്ങൾ മിശ്രിതമായിട്ടാണ്. അപ്പൊ പുണ്യപാപ സംബന്ധം കൊണ്ട് വരുന്ന ശരീരത്തിൽ ആർക്കും ഒരിക്കലും പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു പ്രതിബദ്ധ ജ്ഞാനശക്തിത്വ. അവിടെ ജ്ഞാനശക്തിക്ക് ആ പുണ്യപാപങ്ങൾ പ്രതിബന്ധമായി നിൽക്കും. യോഗത്തിലൂടെയോ തപസ്സിലൂടെയോ എല്ലാം ജ്ഞാനം ആർജിച്ചാൽ ശരി, ഒരിക്കലും അത് അപ്രതിബദ്ധമാകത്തില്ല. എന്തുകൊണ്ട്? ശരീരം അത് പുണ്യപാപങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. ആ ശരീരത്തിലൂടെ പുണ്യപാപങ്ങളുടെ തടസ്സമില്ലാതെ ജ്ഞാനത്തിന് പ്രകാശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ അർജുനൻ വളരെ യോഗ്യനാണ്, വളരെ ശ്രേഷ്ഠനാണ്, ദിവ്യനാണ്, സ്വർഗത്തിൽ വരെ പോകാൻ കഴിവുള്ള ആളാണ്. പക്ഷേ പറയുന്നു നത്വം മേധ, നിനക്കിതൊന്നും അറിയാൻ സാധ്യമല്ല. മറിച്ച് അഹം വേദ, ഞാൻ അറിയുന്നത്. എന്തുകൊണ്ട്? അവിടെ എന്റെ പുണ്യപാപങ്ങളല്ല, ഞാൻ പ്രാരബ്ധം കൊണ്ടല്ല ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നത്. തന്റെ തന്നെ അലൗകികമായിരിക്കുന്ന മായാശക്തിയെ സ്വേച്ഛയാ സ്വീകരിച്ച് ഒരു ശരീരം സ്വീകരിച്ച ആളാണ്. അപ്പൊ ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കൽപ്പനയല്ല, ഇതൊരു ചരിത്ര പുരുഷനാണ്. ഒരു ചരിത്ര പുരുഷൻ ഈ ഭാരതഭൂമിയിൽ തന്നെ ഒരു കാലത്ത് ജനിച്ച് ഈ ഗീത എന്ന് പറയുന്ന തത്വത്തെ ഉപദേശിച്ച ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ രൂപത്തിൽ ഈശ്വരൻ അവതരിച്ചു. അതിന് തെളിവായിട്ടാണ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അഹം പുനർ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്വ അനാവരണ ജ്ഞാനശക്തി വേദാഹം ഹേ പരന്തപ. ഞാനാണെങ്കിലോ നിത്യ ശുദ്ധ ബുദ്ധ മുക്ത സ്വഭാവത്തോടു കൂടിയതാണ്, അങ്ങനെയുള്ളൊരു സ്വരൂപത്തോടു കൂടിയവനാണ്. അതുകൊണ്ട് എന്താണ്? അനാവരണ ജ്ഞാനശക്തി, തന്റെ മായാശക്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപമായിരിക്കുന്ന ഈ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നതാണ്, അതിന് തടസ്സം നിൽക്കുന്നതാണ്, അതിനെ മറയ്ക്കുന്നതാണ്. ജീവനാണെങ്കിലോ ആ ജീവനിലിരിക്കുന്ന അവിദ്യയും അവിദ്യകാര്യമായിരിക്കുന്ന പുണ്യപാപങ്ങളും ആ ജീവനിലൂടെ
ഈ ജ്ഞാനശക്തിയെ പ്രകാശിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതാണ്. ഈശ്വരൻ അങ്ങനെയല്ല. ഈശ്വരന്റെ മായാശക്തി അലൗകികമാണ്. അത് ജീവന് സിദ്ധമാകുന്ന ഒന്നല്ല. ആ അലൗകികമായ മായാശക്തിയെ ഉപയോഗിച്ച് സ്വന്തമായി ശരീരം സൃഷ്ടിച്ച് അലൗകികമായ ലീലകൾ ഈ ലോകത്ത് നിർവഹിച്ച് ശരീരം വിട്ടുപോകുന്നു. അതാണ് അവതാരം. അങ്ങനെയുള്ള ഒരു അവതാര പുരുഷനാണ് ഞാൻ. കാരണം അനന്തമെന്നാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത്. അനേക തവണ ഞാനിത് ആവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്കറിയാൻ കഴിയുന്നു, നിനക്കിതൊന്നും അറിയാൻ കഴിയത്തില്ല എന്ന് ഇവിടെ പറയുമ്പോൾ എന്താണോ ഇവിടുത്തെ ഉപദേശവും എങ്ങനെയാണോ ഈ കാലം, ഈ ദേശം ഇതുപോലെ പ്രത്യക്ഷമായ വാസ്തവമായ ഒരു പൂർവ്വകാലത്ത് ഒരു പൂർവ്വദേശത്തിൽ വാസ്തവത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്നാണിത് വ്യക്തമാക്കുന്നത്. അല്ല ഇത് എങ്കിലും ഒരു കവിയുടെ ഭാവനയോ കൽപ്പനയോ ഒന്നുമല്ല. ഗീതാപദേശവും ശ്രീകൃഷ്ണനും അർജുനനും. അർജുന, അല്ലയോ അർജുന, മേ തവച, നിനക്കും എനിക്കും ബഹൂനി ജന്മാനി വ്യതീതാനി, അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരന്തപ, അല്ലയോ പരന്തപ, അഹം താനി സർവാണി വേദ, ഞാൻ ആ സർവജന്മങ്ങളെയും അറിയുന്നു. ത്വം ന വേദ, നീ ഒന്നും അറിയുന്നില്ല. നിനക്ക് ഈ വർത്തമാന ജന്മത്തെ മാത്രമേ അറിയാൻ കഴിയുന്നുള്ളൂ. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന തന്യഹം വേദ സർവാണി നത്വം വേദ പരന്തപ. അപ്പൊ ഇങ്ങനെ അനേക അവതാരങ്ങൾ താൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇനി ഭഗവാൻ പറയുന്നതാണ്, ഇനിയും ആവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവതരിക്കും. എപ്പോഴാണോ ഇത് ആവശ്യമായി വരുന്നത് അപ്പോഴെല്ലാം താൻ അവതരിക്കും എന്ന് തന്നെ പറയും. അതാണ് അടുത്തതിനും പറയുന്നത്. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ കഥം ദർഹി തവ നിത്യ ഈശ്വരസ്യ ധർമാധർമാഭാവേപി ജന്മ. പറയുന്നു, പുണ്യപാപങ്ങളില്ലാതെ പ്രാരബ്ധമില്ലാതെ എങ്ങനെ ഒരാൾക്ക് ജനിക്കാൻ കഴിയും? അതാണ് അർജുനന്റെ സംശയം. കഥം ദർഹി തവ നിത്യ ഈശ്വരസ്യ, അങ്ങ് നിത്യനാണ്, ഈശ്വരനാണ്. ധർമാധർമാഭാവേപി, പ്രാരബ്ധമില്ല. പ്രാരബ്ധമാണ് ധർമാധർമ്മം. അതില്ലാതെ എങ്ങനെ ജനിക്കാൻ കഴിയും? ഇത്യുച്ചതേ അജോപി അജോപി ജന്മരഹിതോപി സൻ, വാസ്തവത്തിൽ അങ്ങ് ജന്മമുണ്ടല്ലോ. തഥാ അമ്പിയാത്മാ അക്ഷീണ ജ്ഞാനശക്തി സ്വഭാവോപി സൻ, അങ്ങയുടെ ജ്ഞാനശക്തിക്കോ ക്രിയാശക്തിക്കോ ഒന്നും യാതൊരു തരത്തിലുള്ള ക്ഷീണവും സംഭവിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അവിടെ മരണവും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള അങ്ങ് എങ്ങനെയാണ് ജനിക്കുന്നത്? തഥാ ഭൂതാനാം ബ്രഹ്മാദി സ്തംഭപര്യന്താനാം ഈശ്വര, താൻ അതേസമയം എന്താണ്, ഇതൊന്നും ഇല്ലെങ്കിലും സർവപ്രാണികളുടെയും ബ്രഹ്മാവ് തുടങ്ങി സ്തംഭം തൃണം വരെയുള്ള സർവപ്രാണികളെയും ഈശ്വരനാണ്. അവയെ സർവത്തെയും സൃഷ്ടിച്ച് നിലനിർത്തി നശിപ്പിക്കുന്ന പ്രഭുവാണ്. ഈശ്വരശീലോപി, സർവത്തെയും ഈശ്വരൻ ചെയ്യുന്നവനാണ്, ഭരിക്കുന്നവനാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും പറയുന്നു, പ്രകൃതിയും സ്വാം, എന്റെ പ്രകൃതിയെ, മമ വൈഷ്ണവിയും മായ, വിഷ്ണു എന്ന് പറയുന്ന ഈശ്വരൻ, ഈശ്വര സംബന്ധിയായിരിക്കുന്നത് വൈഷ്ണവിയായിരിക്കുന്ന മായയെ, അതെങ്ങനെയുള്ളതാണ്? ത്രിഗുണാത്മിക, സത്വരജസ്തമോത്മികയായിരിക്കുന്ന ആ മായയെ, യസ്യ വശേ സർവമിദം ജഗത് വർത്തതേ, ആ മായയ്ക്ക് അധീനമാണ് ഈ കാണുന്ന സർവ്വലോകരും സർവപ്രാണികളും. അങ്ങനെയുള്ള ആ മായയെ സ്വീകരിച്ച് യയാ മോഹിതം ജഗത്, ഇതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ലോകത്തെ മുഴുവൻ മോഹിപ്പിച്ച് യയാ മോഹിതം ജഗത്, ആ മായയാൽ, വൈഷ്ണവിയായിരിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന മായയാൽ ജഗത്തിനെ മോഹിപ്പിച്ച് സ്വം ആത്മാനം വാസുദേവം ന ജാനാതി. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ലോകർ
അവരുടെ തന്നെ ആത്മാവായിരിക്കുന്ന പറയുന്നു. ഈ ജഗത്തിന് തന്നെ ആത്മാവായിരിക്കുന്ന എന്ന് വെച്ചാൽ തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന എന്നാണ്. മോഹിതം ജഗത് സത്സ്വം ആത്മാനം, തന്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന വാസുദേവനെ, ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ തന്റെ സ്വരൂപമായി ഇരുന്നിട്ട് കൂടി ന ജാനാതി അറിയുന്നില്ല. അങ്ങനെയുള്ള താം പ്രകൃതിയും സ്വാം, അങ്ങനെ സർവ്വജീവന്മാരുടെയും സ്വരൂപത്തെ തന്നെ വിഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മായാശക്തിയെ അധിഷ്ഠായ വശീകൃത്യ, അതിനെ സ്വീകരിച്ചിട്ട് സ്വാധീനമാക്കിയിട്ട് സംഭവാമി ദേഹവാൻ ഇവ ഭവാമി, വാസ്തവത്തിൽ പറയുന്നു ഞാൻ അജനാണ്, എങ്കിലും ദേഹത്തെ സ്വീകരിച്ചവനെ പോലെ ജാത ഇവ, ജനിച്ചവനെ പോലെ ആത്മമായ ആത്മനോ മായ സംഭവാമി, തന്റെ മായാശക്തി കൊണ്ട്, മായ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നതെന്നർത്ഥം, മറ്റു ജീവന്മാരെയെല്ലാം മോഹിപ്പിക്കുന്നതായ ആ മായാശക്തി കൊണ്ട്, എന്നാൽ തന്നെ മോഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു തനിക്ക് അധീനമായിരിക്കുന്ന, അതുകൊണ്ട് എന്താണ് ജാത ഇവ, ജനിച്ചതുപോലെ എന്ന് വെച്ചാൽ എന്താണ്, ന പരമാർത്ഥതോ ലോകവത്, മറ്റു ജീവന്മാരെ പോലെ വാസ്തവത്തിൽ ജനിക്കുന്നില്ല. അജ്ഞാനത്തിന് അധീനമായി ഭഗവാൻ ജനിക്കുന്നില്ല, പ്രാരബ്ധത്തിന് അധീനമായി ജനിക്കുന്നില്ല. അതല്ല അവതാരം എന്ന് പറയുന്നത്. ആണ് രണ്ടും തമ്മിന്റെ വ്യത്യാസം. പ്രാരബ്ധം അവതാര പുരുഷനിൽ ഇല്ല. അതുകൊണ്ട് പറയുന്നു ന പരമാർത്ഥതോ ലോകവത്, മറ്റ് മനുഷ്യരെ പോലെ പരമാർത്ഥത്തിൽ ജനിക്കുന്നില്ല. ജനിക്കതുപോലെ മറ്റുള്ളവർക്ക് തോന്നുകയാണ്, വാസ്തവത്തിൽ ജനിച്ചിട്ടില്ല. പിന്നെ കാണുന്നതൊക്കെയോ ഭഗവാന്റെ ജന്മവും ദിവ്യമായ ജന്മവും അലൗകികമായ ലീലകളും അതെല്ലാം എന്താണ്, മായയുടെ വെറും വിഭ്രമങ്ങളാണ്. വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ആത്മമായ, അതുകൊണ്ടാണ് അവസാനം അത് പറയുന്നത്. ഈ കാണുന്നതെല്ലാം എന്താണ്, മറ്റുള്ളവരുടെ ചിത്തത്തിൽ ഉണ്ടാകുന്ന മോഹങ്ങളാണ്, വിഭ്രമങ്ങളാണ്, അല്ലാതെ ഒന്നും പരമാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്നാണ്. ആജഹാബി, ഞാൻ ജന്മരഹിതനാണെങ്കിലും, അംബിയാത്മ നാശരഹിതനാണെങ്കിലും, ഭൂതാനാം ഈശ്വരഹാബിസൻ, സർവപ്രാണികൾക്കും ഈശ്വരനായിരിക്കുന്നവനാണെങ്കിലും, സ്വാം പ്രകൃതിയും അധിഷ്ഠായ, എന്റെ തന്നെ പ്രകൃതിയെ മായയെ സ്വീകരിച്ചിട്ട് തനിക്ക് സ്വാധീനമാക്കിയിട്ട് ആത്മമായ എന്റെ ആ മായാശക്തി കൊണ്ട്, വിമോഹന ശക്തി കൊണ്ട് സംഭവാമി അവതരിക്കുന്നു. അതാണ് ശ്രീകൃഷ്ണ ജന്മം. അജോബിസൻ അംബ്യയാത്മാ ഭൂതാനാമീശ്വരോബിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.